മുഖം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മള്ളിയൂർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവതനിഷ്ണാതം നൗമിതം ലോകശങ്കരം. അഖിലാനപരാധാന്മേ ക്ഷമസ്വകരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ. ജനകായ നമോ നമഃ. ഗുരുഭ്യോ നമഃ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദ്വിതീയ സ്കന്ധം 5-ാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്നലെ തൊട്ട് ആരംഭിച്ചത്. അപ്പം ഇന്നലെ നമ്മൾ 8 ശ്ലോകങ്ങൾ എടുത്തു. 8 ശ്ലോകങ്ങളെ കൊണ്ട് നാരദ മഹർഷി ബ്രഹ്മാവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, പ്രശ്നം ആണ് ഈ 8 ശ്ലോകങ്ങളെ കൊണ്ട് നമ്മൾ ഇന്നലെ കണ്ടത്. ചുരുക്കി വേഗം അങ്ങ് പറഞ്ഞു പോകാം. ആദ്യം തന്നെ ചെന്ന് നമസ്കരിക്കുന്നു. അങ്ങാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടിയുടെ സൃഷ്ടാവ്, ദേവന്മാരുടെ ദേവനായിട്ടുള്ള അച്ഛന് നമസ്കരിക്കുന്നു. അച്ഛാ, എനിക്കൊരു കാര്യം അറിയണം. എന്താണ് ആത്മതത്വം എന്താണെന്നുള്ളത് എനിക്ക് പറഞ്ഞു തരണം. പിന്നെ പറഞ്ഞു, ഈ ആത്മതത്വം അല്ലെങ്കിൽ ഇപ്പം നമുക്കൊക്കെ ഉണ്ടാകാവുന്ന ഒരു സംശയമാണ്, ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നൊക്കെ. ഇത് തന്നെയാണ് പരീക്ഷിച്ച് ചോദിക്കുമ്പോഴാണ് ബ്രഹ്മനാരദ സംവാദത്തിലൂടെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞാണ് ശ്രീ ശുബ്രഹ്മർഷി ഈ ബ്രഹ്മനാരദ സംവാദത്തിലേക്ക് കടന്നത്. യദ്രൂപം യദധിഷ്ഠാനം, ഇതിന്റെ രൂപം എങ്ങനെയാണ്, ഇത് എങ്ങനെയാണ്, എന്തിലാണ് ഇത് അധിഷ്ഠാനമായിട്ടുള്ളത്, ആരെ ആശ്രയിച്ച് നിൽക്കുന്നു, സംസ്ഥം, ഇത് എവിടെയാണ് ലയിക്കുന്നത്. ഈ ഉണ്ടാകുക, നിലനിൽക്കുക, ലയിക്കുക, ഈ പ്രപഞ്ചം ഇങ്ങനെ ഉണ്ടാകുന്നു, അത് നിലനിൽക്കുന്നു, അതൊക്കെ ആരുടെ ഊർജത്തിലാണ്, ആ ഊർജ സ്രോതസ് എന്താണെന്നുള്ളതിന്റെ തത്വത്തെ എനിക്ക് പറഞ്ഞു തരണം. 2-ാമത്തെ ശ്ലോകം. 3-ാമത്തെ ശ്ലോകം എന്താണ്? അങ്ങയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അങ്ങല്ലേ ഇതെല്ലാം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്ത് ഇതെല്ലാം ഇല്ലാണ്ടാക്കുന്നതൊക്കെ അങ്ങ് തന്നെയാണ്. അവിടെ ഉറപ്പിക്കുക നാരദ മഹർഷി, അച്ഛൻ തന്നെ ആണ് ഈശ്വരൻ എന്നുള്ളത്, ബ്രഹ്മാവ് തന്നെയാണ് ഈശ്വരൻ. അപ്പം കരാമലകവത് വിശ്വം അല്ലെ, ഒരു ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെ അല്ലേ അങ്ങേക്ക് എല്ലാം സ്പഷ്ടമാണ്. ഒരു ഉള്ളം കൈയിലെ നെല്ലിക്ക നമ്മുടെ കയ്യിൽ എങ്ങനെയാണോ അത്ര കണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം അങ്ങേക്ക് സ്പഷ്ടമാണ്. അതുകൊണ്ട് എനിക്കത് വേണ്ട പോലെ ഇതിന്റെ ആ സത്യത്തെ പറഞ്ഞു തരണം. എന്നിട്ടും അങ്ങയിൽ ഇത് ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെ ആയിട്ടും എന്താണ്, അങ്ങ് ഏകാഗ്രമായിട്ട് തപസ് ചെയ്യും. അങ്ങ് ആരെയാണ് ഈ തപസ് ചെയ്യുന്നത്? അങ്ങേക്ക് മുകളിലൊരു ഈശ്വരനുണ്ടോ? അതെനിക്ക് അറിയണം. എന്നിട്ട് പറഞ്ഞു, ആത്മൻ ഭാവയസേതാനി ന പരാഭാവയൻ സ്വയം. ഞാൻ ഒരു കാര്യം വിശ്വസിച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും നാൾ പറഞ്ഞിരിക്കുന്നത് അങ്ങാണ് ഇവിടെയൊക്കെ സൃഷ്ടിക്കുന്നതെന്നും അച്ഛന് മുകളിൽ ഒരാളുണ്ടെന്ന് ഞാൻ ഇതുവരെ ധരിച്ചിട്ടില്ല. നല്ലതായിട്ടും ചീത്തയായിട്ടും ഒന്നും വേറെ ഒരു ആശ്രയത്വം, മറ്റൊരു ആശ്രയം അങ്ങ് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് ഉണ്ടെന്ന് ഞാൻ ഇതുവരെ ധരിച്ചിട്ടില്ല. നാഹം വേദ പരം ഹ്യസ്മിൻ ന ആപരം ന സമം വിഭോ നാമരൂപഗുണീർഭാവ്യം സദാസ്തൽ കിഞ്ചിത് അന്യത. അവിടെയാണ് നമ്മൾ പറഞ്ഞത്, ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞ വൈവിധ്യമാർന്നതാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞു. ഈ പ്രപഞ്ചത്തിൽ 3 തരത്തിലുള്ള വസ്തുക്കളാണ്, ഉത്തമമായിട്ടും മധ്യമമായിട്ടും പിന്നെ എന്താണ് അധമമായിട്ടും. ഉത്തമം എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ശ്രേഷ്ഠമായിട്ടുള്ളത് തോന്നിക്കുന്നതൊക്കെ ഉത്തമം, സമമായിട്ട് തോന്നിക്കുന്നതൊക്കെ മധ്യമം, നീചമായിട്ട് തോന്നിക്കുന്നതൊക്കെ അധമം. ഇങ്ങനെ ആ വസ്തു 3 രൂപത്തിൽ നമ്മൾ വേർതിരിച്ചിരിക്കുന്നു. അതിന് പലതരത്തിലുള്ള നാമവും രൂപവും ഗുണവും ഒക്കെ നമ്മൾ കൽപ്പിക്കുന്നു.
അപ്പൊ ഇതെല്ലാം എന്താണ് അങ്ങയിൽ നിന്നല്ലാതെ മറ്റൊരാളിൽ നിന്നാണ് ഇതുണ്ടാകുന്നതെന്ന് ഞാൻ ഇതുവരെ ധരിച്ചിട്ടില്ല. അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. പക്ഷേ എങ്കിലും അങ്ങ് എന്താണ്, അങ്ങ് ഏകാഗ്രചിത്തനായിക്കൊണ്ട് തപസ്സനുഷ്ഠിക്കുന്നത് കാണുമ്പോൾ അങ്ങേക്കും ഉപരിയായിട്ട് ഏതോ ഒരു ശക്തിയുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നു. അപ്പം അത് അറിയുവാൻ വേണ്ടിയുള്ളൊരു വ്യാമോഹം, ആ ഒരു ശങ്ക എനിക്ക്, അതാണ് അവിടെ പറഞ്ഞത്, തേന ഖേദയസേ നസ്ത്വം നഹാത്വം പരാം ശങ്ക. വലിയൊരു സംശയമാണ് എനിക്ക്. പ്രേക്ഷസി, എനിക്ക് എന്നെ ഉണ്ടാക്കുന്നു, ഒരു സംശയം എന്നിൽ ഉണ്ടാക്കുന്നു. ഏതന്മേ പൃച്ഛത സർവം സർവജ്ഞ സകലേശ്വര വിജാനീഹി യഥൈവേദം അഹം ബുദ്ധിയേനുശാസിത. അല്ലെ? അപ്പം എല്ലാം ഏതന്മേ പൃച്ഛത സർവം, ഞാൻ എന്തൊക്കെയാണോ അങ്ങയോട് ചോദിച്ചത് അതെല്ലാം, സകലത്തിന്റെയും ഈശ്വരനായിട്ടുള്ള അങ്ങ്, സർവജ്ഞനാണ് അങ്ങ്, സകലത്തിന്റെയും ഈശ്വരനാണെന്ന് അങ്ങ്, എന്നിട്ടോ അങ്ങ് വിജാനീഹി യഥൈവേദം അഹം ബുദ്ധിയേനുശാസിത. അല്ലെ? അപ്പം അത് വേണ്ട പോലെ എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ അങ്ങ് വിശേഷമായിട്ട്, വിജാനീഹി എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രത്യേകം പറഞ്ഞു തരണം എന്ന് പറയാം. ഇത് ഈ പ്രത്യേകം പറഞ്ഞു തരണം എന്ന് പറയാൻ കാരണം, എനിക്ക് അത്രയ്ക്കുള്ള ബുദ്ധിയുള്ളൂ, എന്റെ ബുദ്ധിക്ക് അനുസരിച്ച് പറഞ്ഞു തരണം, എന്നാലേ എനിക്കത് മനസ്സിലാവുകയുള്ളൂ എന്ന് പറഞ്ഞാണ് ആ 8ാമത്തെ ശ്ലോകം വരെ ആ ചോദ്യമായിരുന്നു. ഇനി ബ്രഹ്മാവിന്റെ മറുപടിയാണ് നമുക്ക് നോക്കാമത്തെ ശ്ലോകം. ബ്രഹ്മോവാച സമ്യക് കാരുണികസ്യേദം വത്സതേ വിചികിത്സിതം യദഹം ചോദിത സൗമ്യ പരധർമ്മ പ്രദർശനേ. സമ്യക്ക്, ഇനി അതിന്റെ പദം നോക്കാം. നമ്മൾ അങ്ങനെയാണ് അതിന്റെ ക്രമം നമ്മൾ ചെയ്യാറ്. പദം, അന്വയം, അന്വയാർത്ഥം, പിന്നെ വാക്യാർത്ഥം, പിന്നെ അതിന്റെ ഭാവാർത്ഥം ഉണ്ടെങ്കിൽ അത് വിസ്തരിക്കുക. ഈ രീതിയിലാണ് നമ്മൾ ശ്ലോകങ്ങൾ പറഞ്ഞു പോകുന്നത്. സമ്യക്ക് കാരുണികസ്യേദം, കാരുണികസ്യ ഇദം, അതാണ് കാരുണികസ്യേദം. കാരുണികസ്യ ഇദം വത്സ തേ വിചികിത്സിതം, ഒറ്റ വാക്ക്. യദഹം, യദഹം ചോദിതഃ സൗമ്യ പരധർമ്മ പ്രദർശനേ, പരധർമ്മ പ്രദർശനേ, ഒറ്റ വാക്ക്. ഇതാണ് അതിന്റെ പദം. ഇനി അന്വയം നോക്കാം നമുക്ക്. വത്സ പരധർമ്മ പ്രദർശനേ ധർമ്മേ അഹം ചോദിതഃ യത് കാരുണികസ്യ തേ ഇദം വിചികിത്സിതം സമ്യക്. വത്സ, വത്സ എന്ന് പറഞ്ഞാൽ എന്താണ്? പുത്ര. ഇവിടെ നാരദ മഹർഷിയോട് മകനായതുകൊണ്ട് അല്ലയോ പുത്ര വത്സ. പരധർമ്മ പ്രദർശനേ ധർമ്മേ അഹം ചോദിതഃ. പരധർമ്മ പ്രദർശനേ, അതായത് പരം എന്ന് പറഞ്ഞാൽ എന്താണ്? പരം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, അല്ലെ? പരമായിട്ടുള്ളത്, ഏറ്റവും ഇതായിട്ടുള്ളത്. അപ്പൊ ഭഗവാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാം. പരം, ആ പരം ധർമ്മ പ്രദർശനെ, ആ പരമായിട്ടുള്ള ഈ ഭഗവാന്റെ ധർമ്മങ്ങളെ പ്രദർശിപ്പിക്കുവാൻ അല്ലെങ്കിൽ പ്രകാശിപ്പിക്കുവാൻ, അല്ലെ? പ്രദർശനെ ധർമ്മേ അഹം ചോദിതഃ. അപ്പം ആ ഭഗവാന്റെ ധർമ്മങ്ങളെ പ്രകാശിപ്പിക്കുക എന്ന ആ ധർമ്മത്തില്, എന്ന ആ കാര്യത്തില്, അല്ലെങ്കിൽ ആ ധർമ്മത്തിൽ അഹം ചോദിതഃ, ഞാൻ എന്ത് ചെയ്തു? ചോദിതഃ, പ്രേരിതനായി. അഹം ചോദിതഃ സൗമ്യ പരധർമ്മ പ്രദർശനെ അഹം ചോദിതഃ. പിന്നെയോ യത് കാരുണികസ്യ തേ ഇദം വിചികിത്സിതം സമ്യക്. ആ പ്രേരിതമായത് എനിക്ക് ഇതെന്താണ് ശരിക്ക്? യത് ഏതെന്നോ, അല്ലെങ്കിൽ ആ കാര്യം, കരുണയുള്ള തേ ഇദം നിന്റെ ഇപ്രകാരമുള്ള സംശയം സമ്യക്കായി. സമ്യക്ക് എന്ന് പറഞ്ഞാല് വളരെ പക്വമായിട്ടുണ്ട്, അല്ലെ? സമ്യക്കാവുമെന്നൊക്കെ നമ്മൾ പറയാറില്ലേ? വളരെ നന്നായി എന്ന് പറയുന്നതാണ് സമ്യക്കായി എന്ന് പറയുന്നത്. നന്നായി എന്ന് പറയാം. നിന്റെ ചോദ്യം വളരെയധികം നന്നായി എന്ന് പറയാം. ഇനി അതിന്റെ വാക്യാർത്ഥം നമുക്ക് നോക്കാം. എന്താണ് വാക്യാർത്ഥം? അല്ലയോ ഏ പുത്ര നാരദ, വളരെ കരുണയോട് കൂടിയിട്ട് അങ്ങയുടെ ഈ പ്രശ്നം, തേ ഇദം,
അവിടെ ശരിക്കും അങ്ങയുടെ എന്ന് തന്നെ പറയണം, മകനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്തുകൊണ്ടാണ് ഈ എനിക്ക് ഭഗവാനെ കുറിച്ച് പറയാൻ സാധിച്ചത്, അല്ലെ? അതാണ് അച്ഛനായാലും മകനായാലും ജ്ഞാനികളായിട്ടുള്ളവരാകുമ്പോഴത്തേക്കും യഥാർത്ഥത്തില് പരസ്പരം ഈശ്വരഭാവത്തിൽ കാണും. അവിടെ ജ്ഞാനം സിദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ അപ്പം അങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തെറ്റൊന്നുമില്ല അവിടെ. അപ്പം അങ്ങയുടെ ഈ ചോദ്യം അവിടെ മകൻ എന്നുള്ള ഒരു സ്ഥാനമല്ല അവിടെ. പിന്നെന്താണ്? ഒരു ശിഷ്യൻ അല്ലെങ്കിൽ അല്ലെ ഒരു അന്വേഷകൻ എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങയുടെ ഈ ഒരു ചോദ്യം വളരെയധികം എന്നോടൊരു കരുണയോടുകൂടി ഇട്ടുള്ള ഈ ഒരു വലിയൊരു സംശയം, ഈ പ്രശ്നം ഭഗവാന്റെ ആ വൈഭവം പ്രകാശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എനിക്കൊരു അവസരം, അല്ലെ? എന്നെ ആ ഒരു ധർമ്മം ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിച്ചു സത്യത്തില്. അപ്പം അങ്ങനെ ആ ഒരു അവസരം എനിക്ക് ഉണ്ടാക്കി തന്നിരിക്കുകയായതുകൊണ്ട് ഞാൻ യഥാർത്ഥത്തിൽ എന്താണ്? അഹം ധന്യോസ്മി, ഞാൻ ധന്യനായി എന്ന് ഇപ്രകാരം അവിടെ ആ നാരദ മഹർഷി ആദ്യം അനുമോദിക്കുക. ഈ ഒരു സ്വഭാവം നമുക്ക് ഭാഗവതം തുടക്കം മുതലേ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? സൂതനാണെങ്കിലും ശ്രീശുഖ മഹർഷി ആണെങ്കിലും ചോദ്യങ്ങളെ അഭിനന്ദിക്കുക, അല്ലെ? ഇപ്പൊ നമ്മളൊക്കെ അതിൽ നിന്ന് വലിയൊരു പാഠം പഠിക്കേണ്ടതാണ്. ഒരു കൊച്ചുകുട്ടിയാണെങ്കിലും അവരുടെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ആ ഒരു എന്താണ് ഒരു കൗതുകം അല്ലെങ്കിൽ ആ ഒരു ഔത്സുക്യത, അല്ലെ, അറിയാനുള്ള ആ വാഞ്ച, അത് ഏറ്റവും വലിയൊരു ജ്ഞാനത്തിന്റെ ലക്ഷണമാണത്. ജ്ഞാനത്തിന്റെ ലക്ഷണമാണ്. അറിയാൻ മേലാത്തവരല്ല ചോദ്യം ചോദിക്കും. നന്നായിട്ട് അറിയാവുന്നവർക്കാണ് സംശയം ഉണ്ടാകുക. അപ്പം ഒരു ശിഷ്യന് സംശയം ഉണ്ടായാൽ എന്നേക്കാൾ ഉപരി അയാള് എന്താണ് അറിവുള്ളവനാണ് എന്നുള്ളൊരു തോന്നലാണ് അവിടെ ശരിക്കും. അവിടെ അനുമോദിക്കുകയാണ് അവിടെ. ലോകമംഗളത്തിന് വേണ്ടി നിങ്ങളുടെ ചോദ്യത്തിന് ആ ശൗനകാദികൾക്ക് അവിടെ അനുമോദിച്ചു. ഇതുപോലെ തന്നെ ഇവിടെ മകനോട് നാരദനോട് പറയാണ്, എന്തായാലും ഇത് തന്നെയല്ലേ ഇനി ദശമസ്കന്ധം തുടങ്ങുമ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, അല്ലെ? അങ്ങ് കൃഷ്ണകഥകൾ കേൾക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടപ്പോ എന്താണ്, ഞാൻ ഭാഗ്യവാനായി ശരിക്കും. എനിക്ക് അല്ലെ ഭഗവാന്റെ കഥകൾ പറയാൻ വേണ്ടിയിട്ട് ഒരു അവസരം ഉണ്ടാക്കി തരിക യഥാർത്ഥത്തിൽ ഇത് എന്റെ ഭാഗ്യമാണ് ശരിക്കും. അങ്ങയുടെ ചോദ്യം വക്താരം പൃച്ഛകം ശ്രോതും തൽപാദ സലിലം യഥ എന്ന് പറയും. ചോദിക്കുന്നയാളും പറയുന്നയാളും കേൾക്കുന്നയാളും മൂന്ന് പേരും എന്താണ് ഈ പുണ്യഗംഗയില് തീർത്ഥസ്നാനം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണെന്ന് പറയും. അപ്പം ഇവിടെ അതുപോലെ തന്നെ. അതുകൊണ്ട് ഞാൻ വളരെയധികം ധന്യനായി പറയാം. അതുകൊണ്ട് എല്ലാം അറിയാവുന്നവനായിട്ടുള്ള നാരദ മഹർഷി. ഇനി അങ്ങനെയുണ്ട്. നാരദൻ ആരാണ് ശരിക്ക്? ഭഗവാന്റെ അവതാരാണ്. ബ്രഹ്മാവാരാണ്? ഭഗവാന്റെ അവതാരാണ് ശരിക്കും, അല്ലെ? അപ്പം ബ്രഹ്മാവിനെ അറിയാം, നാരദൻ ആരാണെന്നും നാരദന്റെ വൈശിഷ്ട്യം അറിയാം, എല്ലാം അറിയാം. അപ്പം എല്ലാം അറിയുന്ന ആ നാരദ മഹർഷി ഇപ്രകാരം പ്രശ്നങ്ങള് അവിടുന്ന് അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഒന്നും വേണ്ടാത്തതല്ല എന്ന് ശങ്കിപ്പിക്കാൻ വേണ്ടിയാണ് ഇനി അടുത്ത ശ്ലോകം നോക്കുമ്പോൾ കാണാൻ സാധിക്കും. നോക്കാം. നാനൃതം തവ തച്ചാപി യഥാ മാം പ്രബ്രവീഷി ഭോഃ അവിജ്ഞായ പരം മത്ത ഏതാവത്വം യതോ ഹി മേ ന അനൃതം തവ തത് ച അപി എന്നാണ്. തച്ചാപി എന്ന് വേർതിരിക്കുമ്പം തത് ച അപി ഇതാണ്. തച്ചാപി യഥാ മാം പ്രബ്രവീഷി ഭോഃ, പിന്നെ അവിജ്ഞായ പരം മത്തഃ അവിടെ വിസർഗം വേണം. വിഗ്രഹിച്ച് പറയുമ്പോൾ വിസർഗം. മത്തഃ ഏതാവത് ത്വം യതോ ഹി മേ യതഃ ഹി മേ എന്ന് പറഞ്ഞാൽ ഒരുമിച്ചല്ല കേട്ടോ. ഹി അത് പ്രത്യയമാണ്, പിന്നെ മേ എന്ന് പറഞ്ഞാൽ വേറെ ഇത്. ഇങ്ങനെ അതാണ് അതിന്റെ പദം. ഇനി അതിന്റെ നമുക്ക് അന്വയം നോക്കാം. ഭോഃ മാം യഥാ പ്രബ്രവീഷി തവ തത് ച അപി ന അനൃതം ഹി മേ ഏതാവത്വം
യതഃ മത്തഃ പരം അവിജ്ഞായ അവിജ്ഞായ. അപ്പം അതിന്റെ അന്വയാർത്ഥം നോക്കാം. ഭോഹോ മാം, ഭോഹോ അല്ലയോ. അല്ലയോ എന്ന് ഇവിടെ ആരെയാണ് ശരിക്കും പറയുന്നത്? നാരദനെ അല്ലെ? നാരദ മാം എന്നെ, യഥാ പ്രബ്രവീഷി, യഥാ എങ്ങനെ വാഴ്ത്തി പറയുന്നുവോ, തവ തത് ച അഭി, തവ എന്ന് പറഞ്ഞാല് ഭഗവാന്റെ, തച്ചാഭി, തത് ച അഭി എന്ന് പറഞ്ഞാല് ആ പറയല് അല്ലെങ്കിൽ ആ ഒരു പ്രകീർത്തിക്കല്, ആ ഒരു വാഴ്ത്തല്, അനൃതം ഒരിക്കലും അത് അസത്യമല്ല. എന്താ അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വാക്യാർത്ഥം പറയുമ്പോ പറയാം. എന്താണ് പറഞ്ഞു? അങ്ങാണ് ഈശ്വരൻ എന്നാണ് ഞാൻ ഇത്രയും കാലം മനസ്സിലാക്കിയത് എന്നുള്ളൊരു സത്യം. അത് അസത്യമൊന്നുമല്ല, അത് സത്യം തന്നെയാണ് എന്നവിടെ ഉറപ്പിക്കുകയാണ്, അവിടെ പറയുകയാണ് അവിടെ. പിന്നെ അനൃതം ഹി, അപ്പം അത് അസത്യമല്ല. ഹി എന്നുള്ളത് എന്താണ്? കാരണം എന്നുവെച്ചാൽ ഉറപ്പിക്കുകയാണ്, ഉറപ്പാന്ന് പറയാണ്. അതിനാണ് ആ പ്രത്യയം. ഹി എന്നുള്ളത് പ്രത്യയം എപ്പോഴും അത് തന്നെ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഹി എന്നുള്ളത്. ഹി മേ, കാരണം മേ ഏതാവത് ത്വം, ഏതാവത്വം, ഏതാവത്വം അതായത് എനിക്ക് ഇത്രയും, ഏതാവത് ത്വം ഇത്രയും ആ മഹത്വം അല്ലെങ്കിൽ ആ ഈശ്വരത്വം, മഹത്വം, യതഃ യാതൊരാളിൽ നിന്നാണോ ഉണ്ടായത്, യതഃ യാതൊരാളിൽ നിന്നാണോ ഉണ്ടായത്, മത്തഃ, മത്തഃ എന്ന് പറഞ്ഞാല് എന്നേക്കാൾ, മത്തഃ പരം അവിജ്ഞായ, എന്നേക്കാൾ പരം, പരം എന്ന് പറഞ്ഞാല് അതിനുപരിയായിട്ടുള്ള, മീതയുള്ള ആ ശക്തി, ആ ശക്തി അല്ലെങ്കിൽ അദ്ദേഹത്തെ അവിജ്ഞായ അറിയാതെ പറഞ്ഞതാണല്ലോ. അറിയാതെ അങ്ങ് യഥാർത്ഥത്തില് അത് ആ വാക്യാർത്ഥം പറയുമ്പോൾ പറയാം. അല്ലയോ നാരദ, എന്നോട് അങ്ങ് തന്നെ യഥാർത്ഥത്തില് അല്ലെ വേറെ ഒരു ഈശ്വരനില്ല, സകലേശ്വരൻ, സർവജ്ഞ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഉണ്ടായി. അത് ശരിക്കും പറഞ്ഞാല് തെറ്റൊന്നുമല്ല, അത് അസത്യമൊന്നുമല്ല, എന്നാ അനൃതം, അത് അസത്യമല്ല. കാരണം എന്നേക്കാൾ ഉപരിയായിട്ട് ഒരാൾ ഉണ്ടെന്ന് അറിയാതെ അല്ലെ ആണ് അങ്ങ് അത് പറഞ്ഞെങ്കിൽ പോലും അത് തെറ്റല്ല എന്ന് പറയുകയാണ്. അപ്പം അത് മനഃപൂർവ്വം അവിടുന്ന് അറിഞ്ഞാണ് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ഇതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങ് അറിയാതെ ആണെങ്കിൽ പോലും അത് തെറ്റല്ല, അത് ഞാനും ഈശ്വരൻ തന്നെയാണ് എന്നുള്ളൊരു സത്യത്തെ അവിടെ ബോധിപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല, എനിക്ക് അല്ലേ അങ്ങ് കൽപ്പിച്ചതായിട്ടുള്ള, കൽപ്പിച്ച പ്രകാരമായിട്ടുള്ള ആ ഒരു അവസ്ഥ ഉണ്ട് താനും, പക്ഷേ എനിക്ക് ആ ഈശ്വരത്വം ഉണ്ട് താനും, പക്ഷേ എന്റെ മുകളിൽ അല്ലെ എനിക്ക് മേലെയും ഒരു ഈശ്വരനുണ്ട് എന്ന് അവിടുന്ന് മനസ്സിലാക്കണം എന്ന് അവിടെ പറയുകയാണ്. അപ്പം അവിടെ ഇത്രയേ ഉള്ളൂ. ശരിക്ക് ഈ ഈശ്വരത്വം എന്നുള്ളത് നീ അറിയാതെ തന്നെയാണ് പറഞ്ഞെങ്കിൽ പോലും സർവേശ്വരത്വം എല്ലാവരിലും ഉണ്ട് എന്നുള്ള ഒരു സത്യം. അതുകൊണ്ട് നീ പറഞ്ഞത് കള്ളമല്ല, തെറ്റല്ല, പക്ഷെ എനിക്ക് ഉപരിയായിട്ടൊരു ശക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഏന സ്വരോചിഷ വിശ്വം രോചിതം രോചയാമ്യഹം യഥാ കോഗ്നിര്യഥാ സോമോ യദക്ഷഗ്രഹതാരകാഃ തസ്മൈ നമോ ഭഗവതേ വാസുദേവായ ധീമഹി യന്മായയാ ദുർജയാ മാം ബ്രുവന്തി ജഗൽഗുരും. യേന സ്വരോചിഷ വിശ്വം രോചിതം രോചയാമി അഹം, രോചയാമ്യഹം, രോചയാമി അഹം യഥാ അർക്കഃ അഗ്നിഃ യഥാ സോമഃ യഥാ അക്ഷഗ്രഹതാരകാഃ.
യഥാ യഥ 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 ഋക്ഷ ഇറു എന്നുള്ളതാണ് ഋക്ഷ. ഋക്ഷ അതായത് നക്ഷത്രം എന്നുള്ളത് ഋക്ഷതാരക ഋക്ഷഗ്രഹതാരക നക്ഷത്രങ്ങള് ഗ്രഹങ്ങള് എന്നാണ് പറയുന്നത് ഇവിടെ. അപ്പം ഋക്ഷഗ്രഹ താരകാഹ തസ്മൈ നമഃ ഭഗവതേ വാസുദേവായ ധീമഹി യന്മായയാ ദുർജയ മാം ബ്രുവന്തി ജഗൽഗുരു. അത്രേ ഉള്ളൂ പദം. ഇനി അതിന്റെ അന്വയം നമുക്ക് നോക്കാം. രണ്ട് ശ്ലോകത്തിന്റെയും കൂടെ ഒരുമിച്ചാണ് അന്വയിച്ചിരിക്കുന്നത് ഇവിടെ. സ്വരോചിഷ യേന രോചിതം വിശ്വം അഹം അർക്കഃ അഗ്നിഃ യഥാ സോമഃ യഥാ വൃക്ഷഗ്രഹതാരകാഃ യഥാ രോചയാമി ദുർജയയാ യന്മായയാ മാം ജഗൽഗുരും ബ്രുവന്തി തസ്മൈ ഭഗവതേ വാസുദേവായ നമഃ ധീമഹി പറയും. അവിടെ അതിന്റെ ആ അന്വയാർത്ഥം നോക്കാം. സ്വരോചിഷ, രോചിഷ എന്ന് പറഞ്ഞാല് പ്രകാശിക്കുക. സ്വരാട്ട് എന്ന് നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ സ്വയം പ്രകാശിക്കുന്ന ഏന യാതൊരാളിൽ, സ്വയം പ്രകാശിക്കുന്ന യാതൊരാളിൽ രോചിതം പ്രകാശിക്കപ്പെട്ട, സ്വയം പ്രകാശിക്കുന്ന യാതൊരാളെ കൊണ്ട് രോചിതം പ്രകാശിക്കപ്പെട്ട വിശ്വം ലോകത്തെ അഹം ഞാൻ അർക്കഃ അഗ്നിഃ യഥ, അർക്കൻ എന്ന് പറഞ്ഞാൽ സൂര്യനും അഗ്നിയെയും പോലെയും, പിന്നെയോ സോമഃ യഥ വൃക്ഷഗ്രഹ താരകാഃ യഥ, സോമഃ യഥ ചന്ദ്രനെ പോലെയും, വൃക്ഷഗ്രഹ താരകാഃ നക്ഷത്രങ്ങള് ഗ്രഹങ്ങള് താരകങ്ങള് ഇങ്ങനെ അവയെ പോലെയും രോചയാമി പ്രകാശിപ്പിക്കുന്നു, അല്ലെങ്കിൽ സൃഷ്ടിമുഖേന അവിടുന്ന് പ്രകാശിപ്പിക്കുന്നു. ദുർജയ ജയിക്കാൻ എളുപ്പമല്ലാത്തത്, ദുർജയ ജയിക്കാൻ പ്രയാസമുള്ള, യന്മായയ ആ യാതൊരാളുടെ മായയെ കൊണ്ട് മാം എന്നെ ജഗൽഗുരും ലോകത്തിന്റെ ഗുരുവായിട്ട് ബ്രുവന്തി പറഞ്ഞു വരുന്നുവോ, തസ്മൈ ഭഗവത്തെ അപ്രകാരം ഭഗവാനായിട്ടുള്ള ശ്രീ വാസുദേവന് നമസ്കാരം ചെയ്യുന്നു. ധീമഹി എന്ന് പറഞ്ഞാല് നാം ധ്യാനിക്കണം അല്ലെങ്കിൽ ധ്യാനിക്കുന്നു. ശരിക്ക് ധീമഹി എന്നുള്ളതിന്റെ അർത്ഥം ഭാവി കാലത്തിലേക്കായിട്ടാണ് പറയുന്നത്. ധ്യാനിക്കണം എന്നാണ് ശരിക്കും പറയുന്നത്. സാധാരണ എല്ലാവരും പറയുന്നത് ധ്യാനിക്കുന്നു എന്നാണ് പറയാ. അപ്പൊ ഇവിടെ എന്താണ് ശരിക്ക് ആ ഒരു ശ്ലോകത്തിലൂടെ നമ്മളെ കാണിച്ചു തരുന്നതെന്ന് ചോദിച്ചാല് വേറൊന്നുമല്ല, തനിക്ക് പ്രഭാവം അല്ലെങ്കിൽ ഈ ഒരു സൃഷ്ടിയുടെ കർമ്മം ചെയ്യാനുള്ള ഒരു പ്രഭാവം തന്നനുഗ്രഹിച്ചതായിട്ടുള്ള ആ ഭഗവാൻ വാസുദേവന്റെ അവസ്ഥ എന്താണ് എന്ന് ഇനി കാണിച്ച് കൊടുക്കുകയാണ് ഈ ഒരു രണ്ട് ശ്ലോകത്തിലൂടെ. അപ്പൊ പറയാണ്, ഈ ഒരു വിശ്വത്തെ താൻ സൃഷ്ടികളെ കൊണ്ട് ശോഭിപ്പിക്കുന്നു. ആര്? ബ്രഹ്മാവ് അല്ലെ? സൃഷ്ടികളെ കൊണ്ട് ശോഭിപ്പിക്കുന്നു. എങ്ങനെ ശോഭിപ്പിക്കുന്നു? ആദിത്യൻ ഇവിടെ പ്രകാശം പരത്തുന്നു, അഗ്നി ഇവിടെ പ്രകാശം പരത്തുന്നു, പിന്നെയോ ചന്ദ്രൻ ഇവിടെ അല്ലെ, രാത്രിയാകുമ്പോ ചന്ദ്രൻ പ്രകാശം പരത്തുന്നു, വൃക്ഷതാരകാഹ അല്ലെ, നക്ഷത്രങ്ങള്, വൃക്ഷം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങള്, പിന്നെയോ ഗ്രഹങ്ങള്, താരകങ്ങള്, ഇതൊക്കെ പ്രകാശം ഇവരൊക്കെ എങ്ങനെയാണോ ആ പ്രകാശം അരുളുന്നത് അതേപോലെ. അപ്പം യഥാർത്ഥത്തിൽ എന്താണ്? അതൊന്നും അവയുടെ പ്രകാശം അല്ല ശരിക്ക് അല്ലെ. അപ്പം ഭഗവാന്റെ പ്രകാശം അവരിലൂടെ പ്രതിഫലിക്കുക എന്നത് മാത്രമാണ് അവിടെ ശരിക്കും ചെയ്യുന്നത്. അപ്പം യാതൊരാളുടെ ദുർജയ
യന്മായയാ ദുർജയാ മാം ബ്രുവന്തി ജഗൽ ഗുരും. അപ്പം ആരുടെ യാതൊരാളുടെ അജയ്യമായിട്ടുള്ള മായാപ്രഭാവത്തെ കൊണ്ട് എന്നെ ഇന്ന് ലോകഗുരുവായിട്ട് കരുതുന്നുവോ? അല്ലെ, യഥാർത്ഥത്തിൽ ഇപ്പം പറഞ്ഞു, നാരദൻ പറഞ്ഞ എന്താണ്? അങ്ങാണ് സൃഷ്ടികർത്താവ്, സൃഷ്ടാവ് എന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തില് ഞാനാണോ സൃഷ്ടാവ്? അല്ല. ഇവിടെ സൂര്യൻ വെളിച്ചം തരുന്നുണ്ടെങ്കിൽ, അഗ്നി വെളിച്ചം തരുന്നുണ്ടെങ്കിൽ, ചന്ദ്രൻ വെളിച്ചം തരുന്നുണ്ടെങ്കിൽ, പിന്നെയോ ഇതൊക്കെ ശരിക്കും ഉപനിഷത്തിന്റെ ഓരോ വാക്കുകളെ അല്ലെങ്കിൽ ഓരോ സൂത്രങ്ങളെ ശരിക്ക് ഓരോരോ സ്ഥലത്ത് എന്താണ് അവിടെ ഉറപ്പിക്കുകയാണ്. ശരിക്കും നമുക്കത് കണ്ടാൽ അറിയാൻ സാധിക്കും. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്ര താരകം നിയമാ വിദ്യുതോ ഭാന്തി കുതോയം അഗ്നി തമേവ ഭാന്തം അനുഭാന്തി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി സചരാചരം. ഇതൊരു ഉപനിഷത്ത് വാക്യാണ്. എങ്ങനെയാണോ ഇവിടെ ന തത്ര സൂര്യോ ഭാതി, ഇവിടെ സൂര്യൻ ജ്വലിക്കുന്നില്ല, അല്ലെങ്കിൽ സൂര്യൻ പ്രകാശം പരത്തുന്നില്ല. എന്നാ ചന്ദ്ര താരകം, അവിടെ ചന്ദ്രനോ അല്ലെങ്കിൽ താരാഗണങ്ങളോ അല്ലെങ്കിൽ നക്ഷത്രങ്ങളോ ഗ്രഹങ്ങളോ ഒന്നും ഇവിടെ അല്ലെ, സൂര്യൻ പകലാണെങ്കിൽ രാത്രികാലങ്ങളിൽ ചന്ദ്രനും നക്ഷത്രങ്ങളും ഇവിടെ പ്രകാശം പരത്തുന്നുണ്ടോ? എന്നാ ചന്ദ്ര താരകാഹ പരത്തുന്നില്ല. പിന്നെയോ നിയമാ വിദ്യുതോ ഭാന്തി, അല്ലെ, നിയമത്തിന് വൈദ്യുതി അല്ലെങ്കിൽ മിന്നല് കൊണ്ട് ഇവിടെ പ്രകാശം അവിടെ പരത്തുന്നുണ്ടോ? കരണ്ട്, അല്ലെ, വൈദ്യുതി നമ്മൾ മിന്നൽ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മിന്നൽ കൊണ്ട് ഇവിടെ ഭാന്തി ഉണ്ടാകുന്നു. കുതോയം അഗ്നിഹി തമേവ ഭാന്തം. ഇനി അത് തന്നെയില്ല, അഗ്നി ഇവിടെ പ്രകാശം പരത്തുന്നുണ്ടോ? ഇല്ല. എന്നാ അനുഭാന്തി സർവം, എല്ലാം എന്താണ്? ഒന്നിനോട് അനുഭാവം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ആ പ്രകാശങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. എങ്ങനെ? തസ്യഭാസ സർവമിതം, അവിടുത്തെ ഒരു പ്രകാശം തന്നെയാണ് ഇവിടെ, അല്ലെ, വിഭാതി സചരാചരം. ഇവിടെയുള്ള എല്ലാ ചരാചരങ്ങളും പ്രകാശിക്കുന്നത് എങ്ങനെയാണ്? ഒരേ ഒരു ശക്തിയുടെ, അല്ലെ, ആ ഊർജം പല സ്രോതസ്സിലൂടെ വരുന്നതാണ്. നമുക്ക് ഇതിനൊരു നല്ലൊരു ഉദാഹരണം പറയാറുള്ളത് എന്താണ്? മണ്ണും, അല്ലെ, സ്വർണവും. അല്ലെ, സ്വർണം കൊണ്ട് പലതരത്തിലുള്ള വള, മാല തുടങ്ങിയിട്ടുള്ള പല ആഭരണങ്ങളും ഉണ്ടാക്കും. പക്ഷെ എന്തൊക്കെ ആഭരണങ്ങൾ ഉണ്ടാക്കിയോ അതിന് മൂല്യം ഇടുന്നത് എന്തിനാണ്? സ്വർണത്തിനാണ് മൂല്യം ഇടുന്നത്, അല്ലെ. വളയ്ക്ക് ഇത്ര മാല ഇത്ര രൂപ എന്നുള്ളതല്ല, അവിടെ എത്ര ഗ്രാം സ്വർണം ഉണ്ടോ അതിനാണ് അവിടെ പൈസ. അതുപോലെ തന്നെ മണ്ണ് കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നു, അല്ലെ, പലതരത്തിലുള്ള ചട്ടി ഉണ്ടാക്കുന്നു, കലമുണ്ടാക്കുന്നു, മഞ്ചിരാത് ഉണ്ടാക്കുന്നു. ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാലും ഇതെല്ലാം എന്തിലാണ് അവസാനിക്കുന്നത്? ഇതെല്ലാം ഉടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മണ്ണായിട്ട് അവസാനിക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ സ്രോതസ്സായിട്ടുള്ള ഊർജം, ഭഗവാന്റെ ഊർജം പല പല സ്രോതസ്സുകളിലൂടെ നമ്മളിലേക്ക് പ്രവഹിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് സൂര്യനാണ് ഇവിടെ പ്രകാശിപ്പിക്കുന്നതെന്ന് പറയാൻ സാധിക്കുകയില്ല. അഗ്നിയാണ് ഇവിടെ ജ്വലിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. അതാണ് അവിടെ ആ ഒരു ഇത്. അങ്ങനെയുള്ള തസ്മൈ നമോ ഭഗവതേ വാസുദേവായ ധീമഹി, അപ്രകാരം ആ ഭഗവാനായിട്ടുള്ള വാസുദേവനായിക്കൊണ്ട് നമസ്കരിച്ചുകൊണ്ട് പറയാണ്. എന്താ നമസ്കരിക്കുന്നതിന്റെ കാരണം? യന്മായയാ ദുർജയാമേ ബ്രുവന്തി ജഗൽ ഗുരും, അല്ലെ, എല്ലാവരും എന്നെ ജഗൽ ഗുരുവായിട്ട് എന്താണ് ദുർലഭമായിട്ടുള്ള അല്ലെങ്കിൽ ജയിക്കാൻ സാധിക്കാത്തതായിട്ടുള്ള യാതൊരാളുടെ മായ കൊണ്ടാണോ എന്നെ ലോകത്തിന്റെ ജഗൽഗുരു ആയിട്ട് ഇന്ന് തോന്നിപ്പിക്കുന്നത്? അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള വാസുദേവനായിക്കൊണ്ട് ഞാൻ ഇതാ നമസ്കരിക്കുന്നു എന്ന് അവിടെ പറയാനാണ്. അപ്പം ഇവിടെ ഭഗവാൻ പ്രകാശിപ്പിച്ചതായിട്ടുള്ള ഈ വിശ്വത്തെ ഞാൻ പലതരത്തിലുള്ള സൃഷ്ടിയാദി ലീലകളിലൂടെ ശോഭിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല, എന്നെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അവിടെ അത് തന്നെയാണല്ലോ ഈ ആദ്യത്തെ ശ്ലോകത്തിൽ പറയല്ലേ, ജന്മാദ്യസ്യ എന്നുള്ളിടത്ത് ഹൃദായ ആദി കവയെ എന്നുള്ള പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഹൃദായ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയത്തിലൂടെ എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തില് ബ്രഹ്മാവ് പറഞ്ഞു, അല്ലെങ്കിൽ ബ്രഹ്മാവിന്റെ ഉള്ളിൽ വന്നിരുന്നു എന്നൊന്നും അല്ല അവിടെ പറയുന്നത്. പിന്നെ എന്താണ്? ബ്രഹ്മാവിന്റെ ഹൃദയത്തിനുള്ളിലൂടെ എന്നാണ് അവിടെ. ഹൃദായ ആദി കവയേ. അപ്പം ആ ബ്രഹ്മാവിലൂടെ ഈശ്വരൻ തന്നെ അവിടുന്ന് ആ ഉപദേശം കൊടുക്കുന്നു, സ്വീകരിക്കുന്നു, അല്ലെ.
ചെയ്യുന്നത് മുഴുവൻ ആരാണ്? ചെയ്യുന്നത് മുഴുവൻ ഒരേ ഒരു ഈശ്വരൻ തന്നെ എന്നതിനെ അവിടെ കാണിക്കുകയാണ്. അഗ്നി, സൂര്യൻ, അല്ലെ, ചന്ദ്രൻ, അശ്വിന്യാദി നക്ഷത്രങ്ങള്, ഗ്രഹങ്ങള്, ഇവയ്ക്കെല്ലാം നമുക്ക് പ്രകാശം വരുന്നുണ്ട് ഇവയെല്ലാം. എന്നാൽ യഥാർത്ഥത്തിൽ ഇവരുടെ പ്രകാശമാണോ? അല്ല, ഭഗവാന്റെ പ്രകാശം നമ്മളിലേക്ക് അവര് പ്രതിഫലിപ്പിക്കുന്നു എന്ന് മാത്രം. അപ്പം യാതൊരാളുടെ അജയ്യമായിട്ടുള്ള മായാപ്രഭാവത്തെ കൊണ്ട് എന്നെ ഇന്ന് ലോകഗുരുവായിട്ട് കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അപ്രകാരം ഇരിക്കുന്നതായിട്ടുള്ള, അതിന് കാരണമായിട്ടുള്ള ഭഗവാൻ വാസുദേവനെ നമ്മൾക്ക് ധ്യാനിക്കാം എന്നാണ് അവിടെ. അതാണ് അവിടെ 3 ക്രിയാപദമാണ് ശരിക്കും ഒന്നാമത്തെ ആ ശ്ലോകത്തില്. അത് നമ്മള് പിന്നീടാണ് എനിക്കത് മനസ്സിലായത്. ശരിക്കും ഒരിക്കല് ഒരു ചർച്ച വന്നപ്പം പിന്നീട് മനസ്സിലായ 3 ക്രിയാപദം. അതായത് തേനെ ബ്രഹ്മഹൃദായ ആദികവി, തേനെ എന്നുള്ളത് കഴിഞ്ഞു പോയത് ചെയ്തത്. പിന്നെ തേനെ ബ്രഹ്മഹൃദായ ആദികവിയെ മുഖ്യന്തിയൽ സൂരയ, ആ സമയത്ത് സൂര്യ ദേവന്മാര് മോഹിക്കുന്നു. മറ്റത് കഴിഞ്ഞു, മോഹിക്കുന്നു. പിന്നെ ധീമഹി, ധ്യാനിക്കാം. അപ്പം ത്രികാലങ്ങളിലുള്ള ഭേദങ്ങള് 3 ക്രിയാപദങ്ങളാണ് ആ ഒരൊറ്റ ശ്ലോകത്തിൽ, ആദ്യത്തെ ശ്ലോകത്തിൽ കാണാൻ സാധിക്കും. അതായത് അത് പോട്ടെ, അത് ഇവിടെ ഇങ്ങനെ പറഞ്ഞു മാത്രം. അപ്പം ധീമഹി എന്ന് പറഞ്ഞാല് ധ്യാനിക്കാം എന്നാണ് അവിടെ. അപ്പം ഇവിടെയും പറയുന്നതാണ്, അങ്ങനെയുള്ള ആ ഭഗവാൻ വാസുദേവനെ നമുക്ക് ധ്യാനിക്കാം. വിലജ്ജമാനയാ ധാതുനിക്ഷാപധേമുയാ വിമോഹിതാ വിഗച്ഛന്തേ മമാഹമിതി ദുഃഖിയാ. വിലജ്ജമാനയ പദം നോക്കാം. വിലജ്ജമാനയ യസ്യ സ്ഥാതും ഈക്ഷാപഥേ അമുയാ, ധാതും ഈക്ഷാപഥേ അമുയാ വിമോഹിത വിഗച്ഛന്തേ മമാഹം ഇതി ദുർധിയഃ, ഇതി ദുർധിയഃ. ഇനി അതിന്റെ അന്വയം നോക്കാം. യസ്യ ഈക്ഷാപഥേ സ്ഥാതും വിലജ്ജമാനയ അമുയാ വിമോഹിതാഃ ദുർധിയഃ മമ അഹം ഇതി വിഗച്ഛന്തേ. യസ്യ എന്ന് പറഞ്ഞാലോ, ഇനി നേരത്തെ പറഞ്ഞ ആരാണോ? യസ്യ എന്ന് പറഞ്ഞാൽ യാതൊരാളുടെ എന്നാണ്. ഏതാണ് യാതൊരാളുടെ? ഭഗവാൻ വാസുദേവനെ കുറിച്ചാണ് ഇതിനു മുമ്പ് പറഞ്ഞത്, അല്ലെ? ആ ഭഗവാൻ വാസുദേവന്റെ വിശേഷണമായിരുന്നു അതിനു മുമ്പ് ഉണ്ടായിരുന്നതൊക്കെ. അപ്പം യസ്യ യാതൊരാളുടെ ഈക്ഷാപഥേ, കൺമുന്നിൽ എന്നുള്ളതാണ്. ഈക്ഷ എന്ന് പറഞ്ഞാൽ കൺമുന്നിൽ. ഈക്ഷാപഥേ ധാതും, നിൽക്കുവാൻ പോലും എന്നുള്ളതാണ്. ധാതും സ്ഥിതി ചെയ്യുവാൻ പോലും. വിലജ്ജമാനയ, അത് വല്ലാണ്ട് ലജ്ജിക്കുന്നു. വിശേഷമേണയുള്ള ലജ്ജ എന്നാണ് പറയുന്നത്. പക്ഷെ വല്ലാണ്ട് ലജ്ജിക്കുന്നു, നാണിക്കുന്നതായിട്ടുള്ള. അമുയ എന്ന് പറഞ്ഞാല് ഇവളാൽ, അല്ലെങ്കിൽ ഇവൾ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് മായയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മായയെ കൊണ്ട് വിലജ്ജമാനയ, നാണിക്കുന്ന ആ മായയെ കൊണ്ട്. വിമോഹിതാഹ ദുർധിയഃ, വല്ലാതെ മോഹിതനായി, മോഹിച്ചുകൊണ്ട്. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി, ദുർധിയ എന്ന് പറഞ്ഞാലോ ദുഷ്ടബുദ്ധി, അല്ലെങ്കിൽ ബുദ്ധി ഇല്ലായിക, ബുദ്ധിശൂന്യർ എന്ന് വേണേൽ പറയാം. ദുർധിയഃ, ബുദ്ധിശൂന്യര്. മമ അഹം, മമ എന്ന് പറഞ്ഞാല് എന്റേത്, അഹം ഞാൻ, എന്റേത് ഞാൻ, ഇതി എന്നെല്ലാം, ഇപ്രകാരം എന്നെല്ലാം. വിഗച്ഛന്തേ, അവരൊക്കെ അത് പറഞ്ഞ് അഹങ്കരിക്കുന്നു. അതായത് ഭോഷ്ക് പറയുക എന്ന് പറയല്ലേ നമ്മള്. അപ്പം അതാണ് അവിടെ പറയുന്നത്. അപ്പൊ എന്താണ് അവിടെ? വിലജ്ജമാനയായസ്യ ധാതും ഈക്ഷാപധേമുയ വിമോഹിത വിഗച്ഛന്തേ മമാഹം ഇതി ദുർധിയാം. അപ്പം അങ്ങനെ ഇരിക്കുന്ന യസ്യ, അപ്രകാരം ഇരിക്കുന്ന ആ ഭഗവാൻ വാസുദേവനെ ബുദ്ധിഹീനന്മാരായിട്ടുള്ളവര്, ദുർധിയ എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്തവര് എങ്ങനെയാണ്?
ബുദ്ധിയില്ലാത്തവര് ഞാനെന്നും എന്റേതെന്നും ഒക്കെ അവര് അഭിമാനിക്കുന്നു. അല്ലേ? അപ്പം അവരെ ശരിക്ക് വ്യാമോഹിപ്പിക്കുന്നതായിട്ടുള്ള ഈ മായ സാക്ഷാൽ എന്താണ്? സാക്ഷാൽ ഈശ്വരന്റെ ദൃഷ്ടിപഥത്തിൽ നിൽക്കാൻ പോലും ലജ്ജിക്കുന്നവളാണ് ഈ മായ. സത്യത്തില് ഈ മായയാണ് ഞാനെന്നും എന്റേതെന്നും ഒക്കെ പറയിപ്പിക്കുന്നത്. ഈ പറയിപ്പിക്കുന്ന ഈ മായ പോലും എന്താണ്? മായ ശരിക്കും ഭഗവാന്റെ അനന്യ ശക്തി തന്നെയാണ്. ഈ മായ പോലും ആ യഥാർത്ഥമായിട്ടുള്ള ഈശ്വരന്റെ മുമ്പിൽ നിൽക്കാൻ നാണം വിലജ്ജമാനയാണ്, ലജ്ജിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള മായയാണ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. എന്നിട്ട് ആലോചിച്ച് നോക്കൂ, ആ മായയെ വിശ്വസിച്ചുകൊണ്ട് നമ്മള് ഞാനെന്നും എന്റേതെന്നും ഒക്കെ നമ്മള് അവിടുന്ന് പറയുക. അപ്പം ഈശ്വരനെ നോക്കാൻ പോലും യഥാർത്ഥത്തിലെ മായയ്ക്ക് കഴിവില്ല എന്നാണത് അതിലൂടെ നമ്മളെ കാണിച്ചിരുന്നത്. അപ്പം വിമോഹിത വിഗദ്ധന്തേ മമാഹം ഇതി മമ അഹം മമ ഞാന് എന്റേത് എന്നൊക്കെയുള്ള ബുദ്ധിശൂന്യന്മാര് ഇങ്ങനെ വിഗദ്ധന്തേ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്ക് പോഷ്ക്ക് പറയാന്നാണ്, വീരവാദം പറയാന്നൊക്കെ പറയല്ലേ. ഇങ്ങനെ വീരവാദം എങ്ങനെയുള്ള ഇത്? അമുയ മായയെ കൂട്ടുപിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മായയെ കണ്ടിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ പറയുന്നത്. ഈ മായയ്ക്ക് പോലും യഥാർത്ഥമായിട്ടുള്ള ശക്തിയുടെ മുമ്പിൽ, ഈ പറയുന്ന ശക്തിക്ക് ആധാരമായിട്ടുള്ള ഭഗവാന്റെ മുമ്പിൽ നിൽക്കാൻ മായയ്ക്ക് പോലും സാധിക്കില്ല. ആ മായയെ നമ്മൾ സത്യമാക്കിക്കൊണ്ട് നമ്മൾ പലതും കിളക്കുകയാണ്. അഹങ്കാരം നമ്മൾ പറയുന്നു. യഥാർത്ഥത്തില് ഒന്ന് നോക്കൂ, ആലോചിച്ച് നോക്കൂ. അപ്പം മൂന്നാമത്തെ സ്ഥാനമാണ് നമ്മൾ ഈ മായയെ, നമ്മുടെ ഉള്ളിലെ മായയെ സത്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഞാനെന്ന് എന്റേതെന്നും ഒക്കെ പറയുന്നു. അപ്പം ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഈശ്വരന്റെ മുമ്പിൽ മായയ്ക്ക് നിൽക്കാൻ പോലും അവിടെ സ്ഥാനമില്ല. പിന്നെയാണോ ഞാനെന്നും എന്റേതെന്നും നമ്മൾ അഹങ്കരിക്കുന്നതിൽ എന്താ അർത്ഥം ഇരിക്കുന്നത്? ദ്രവ്യം കർമ്മ ച കാലശ്ച സ്വഭാവോ ജീവയേവ ച വാസുദേവാൽപരോ ബ്രഹ്മൻ നാന്യോർത്ഥോസ്തി തത്വതഃ. ദ്രവ്യം കർമ്മ ച കാലഹ ച കാലശ്ച. അവിടെ ഇഷ്ട എന്ന് വരാൻ കാരണം വിസർഗം ഉണ്ട് എന്നുള്ളതാണ്. കാലഹ ച, പിന്നെ സ്വഭാവ ജീവ ഏവച, ജീവഹ ഏവച. വിഗ്രഹിക്കുമ്പം വിസർഗം വരും. ജീവഹ വിഗ്രഹമായിട്ട് പറയുമ്പം, അത് തന്നെയായിട്ട് പറയുമ്പം ജീവഹ എന്ന് വരും, ജീവൻ എന്നുള്ളതാണ്. വാസുദേവാത് പരഹ ബ്രഹ്മൻ ന ച അന്യഹ അർത്ഥഃ അസ്തി. അതാണ് ചാന്യോർത്ഥോസ്തി. അന്യഹ അർത്ഥഃ അസ്തി തത് തത്വതഃ. തത്വതഃ അതൊരുമിച്ച് പറയാം. തത്വതഃ ഒരുമിച്ചുള്ള വാക്കാണ്, അതിന് തിരിക്കാനൊന്നുമില്ല. തത്വമൊന്നും തിരിക്കാനില്ല. തത്വതഃ. ഇനി നമുക്ക് അതിന്റെ അന്വയം നോക്കാം. എന്താണ് ബ്രഹ്മൻ? ബ്രഹ്മൻ എന്ന് പറഞ്ഞാല് അവിടെ അല്ലയോ. അപ്പൊ നോക്കൂ, ഓരോ ഇൻട്രൊഡ്യൂസിങ്ങിൽ വരെ വേദവ്യാസ മഹർഷി ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് നമുക്ക് പൂർവ്വശൗന സംവാദത്തിലും കാണാൻ സാധിക്കും, അല്ലെ? ഇതിനു മുമ്പ് പുത്രാന്ന് വിളിച്ചു, അതിനു മുമ്പ് അങ്ങ് എന്ന് പറഞ്ഞു. അപ്പൊ ഓരോ എന്താണ് സംബോധനയിൽ വരെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? അല്ലയോ ബ്രഹ്മൻ എന്ന് പറയാണ്. അപ്പൊ എന്തായി? ഞാനും താനും ബ്രഹ്മം തന്നെയാണ് എന്ന് അവിടെ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെ? അല്ലെങ്കിൽ നേരത്തെ പുത്രാന്ന് വിളിച്ചതുപോലെ ഇവിടെ ബ്രഹ്മൻ എന്നായി വിളി, അല്ലെ? ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മൻ. വാസുദേവാൽ പരഹ. വാസുദേവാൽ പരഹ. വാസുദേവാൽ, ആ വാസുദേവനിൽ നിന്ന്, വാസുദേവനിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പഞ്ചമിയാണ്. ഇപ്പൊ വാസുദേവനിൽ നിന്ന് പരഹ അന്യഹ അർത്ഥഃ ച, അതിൽ നിന്നും പരമായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായിക്കൊണ്ട് അന്യഹ അർത്ഥഃ ച, മറ്റൊന്നും തന്നെ, വേറൊന്നും. അന്യഹ അർത്ഥഃ ച, മറ്റൊന്നും തന്നെ
തത്വതഃ ന അസ്തി. തത്വതഃ ന അസ്തി എന്ന് പറഞ്ഞാല് തത്വതഃ എന്ന് പറഞ്ഞാല് യാഥാർത്ഥ്യം എന്നാണ്. തത്വത്തിൽ എന്ന് പറയല്ലേ നമ്മള് എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തിൽ, യാഥാർത്ഥ്യത്തിൽ ആ ഒന്നും തന്നെ ന അസ്തി, ഒന്നും തന്നെ ഇല്ല, യാഥാർത്ഥ്യത്തിൽ ഇല്ല. അപ്പം മറ്റൊന്നും, വേറൊന്നും തന്നെ യാഥാർത്ഥ്യത്തിൽ ഇല്ല. പിന്നെ ദ്രവ്യം കർമ്മച കാലശ്ച, ദ്രവ്യവും കർമ്മവും കാലവും പിന്നെ എന്താണ് സ്വഭാവവും ജീവഹ, ജീവനും ഒക്കെ ഏവച, എല്ലാം തന്നെ ജീവ ജീവ ജീവഹ ഏവച. അപ്പം ഈ ദ്രവ്യമായിട്ടും കർമ്മമായിട്ടും കാലമായിട്ടും സ്വഭാവമായിട്ടും ജീവനായിട്ടും ഒക്കെ തന്നെ എന്താണ് വാസുദേവാൽ, അല്ലെ? അപ്പം അതൊക്കെ തന്നെ ഒന്നും തന്നെ അതിന് പ്രത്യേക, അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇല്ല. അത് എന്താണ് വാസുദേവാൽ ന പര, വാസുദേവനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് അവിടെ നമ്മളെ കാണിച്ചു തരികയാണ്. അപ്പൊ എന്താണ് അതിന്റെ ആ ഒരു വാക്യാർത്ഥം, നമുക്ക് എന്താണെന്ന് നോക്കാം അവിടെ. അപ്പൊ അവിടെ പൂർണ്ണമായിട്ട്, അല്ലെ, ഇവിടെ പറഞ്ഞു ഇങ്ങനെ പലതരത്തിലുള്ള മോഹിപ്പിക്കല്, അല്ലെ, ഓരോ മായ കൊണ്ട് നമ്മളെ മോഹിപ്പിക്കുകയാണ്. ഇത് എന്റെയാണ്, ഞാനാണ് എന്നുള്ളൊരു മോഹം, അല്ലെ, ഈ യഥാർത്ഥ ഊർജ സ്രോതസ് മനസ്സിലാക്കാതെ മായയ്ക്ക് പോലും ഭഗവാന്റെ മുമ്പിൽ നിൽക്കാൻ സാധിക്കാത്ത മായയെ ആണ് നമ്മൾ ഈശ്വരനായിട്ട് കാണുന്നത്. ആ മായയിൽ പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എന്നിട്ട് ആ മായ കൊണ്ട് ഞാനെന്നും എന്റേതെന്നും ഒക്കെയുള്ള ഭാവം നമ്മുടെ ഉള്ളിൽ വരും. യഥാർത്ഥത്തില് അതൊന്നുമില്ല. എല്ലാം എന്താണ്? എല്ലാം ചെയ്യുന്നത് ശരിക്കും വാസുദേവനാണ്. എന്നിട്ട് മായ പോലും വാസുദേവന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല. ആ മായയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്റേന്ന് നമ്മൾ പറയുന്നത് ആ ഭാവം. അപ്പൊ ഇവിടെ പറയാണ്, അപ്പം മായാശക്തി പൂർണ്ണമായിട്ടും ഈശ്വരന് അധീനമാണ് ശരിക്ക്. എന്നുവെച്ചാൽ ഈശ്വരൻ എന്താണ്? മായാതീതൻ എന്ന് പറയരുതേ. മായയൊക്കെ, മായ തന്നെ ഭഗവാന്റെ അനന്യ ശക്തി തന്നെയാണ്, ഭഗവാന്റെ ശക്തി തന്നെയാണ് മായ. മായയെ നിയന്ത്രിക്കുന്നതും ഭഗവാനാണ്. എങ്ങനെ മായ കാണണം, മായ പോകണം നിയന്ത്രിക്കുന്ന ഭഗവാനാണ്, അല്ലേ? അപ്പൊ ഇവിടെ പറയാണ് വാസുദേവപരമായിട്ട് അല്ലാത്തതൊന്നും തന്നെ ഇവിടെ ഇല്ല. ദ്രവ്യം, കർമ്മം, കാലം, സ്വഭാവം, ജീവം, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഈശ്വരന്റെ നിയന്ത്രണത്തിൽ ഉള്ളവ മാത്രമാണ്. അതിന് ഉപരിയായിട്ട് ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്ന് പറയാണ്. അപ്പൊ ശരിക്ക് എന്താണ് അവിടെ പറയുന്നത്? ദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്രവ്യം എന്ന് പറഞ്ഞാൽ മാറ്റം, കാര്യം എന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇവിടെ കാര്യമാണ് ശരിക്കും, അല്ലെ? കാര്യകാരണ രീതിയിൽ നമ്മൾ ഭഗവാനെ എന്താണ് ഇത് ചെയ്യാറില്ലേ? ആ ജന്മാദ്യസ്ഥയിലൊക്കെ കാര്യകാരണ ബന്ധത്തോടു കൂടി എന്ന് പറഞ്ഞ പോലെ കാര്യമാണ് ഇവിടെ ദ്രവ്യം എന്ന് പറയുന്നത്. പിന്നെയോ, ഇനി അതിനുശേഷം കർമ്മം. കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ എന്താണ്? ഈ മായ കൊണ്ട് നമ്മളുടെ ഗുണങ്ങൾക്കനുസരിച്ച് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ആ ചലിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ കർമ്മം എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായിട്ട് ദ്രവ്യം എന്ന് പറഞ്ഞാൽ മാറ്റർ, എന്താണോ കാര്യം എന്താണോ നടക്കുന്നത്, ആ നടക്കുന്നതിന് ചെയ്യുന്നതായിട്ടുള്ള ചലനങ്ങളാണ് യഥാർത്ഥത്തിൽ കർമ്മം എന്ന് പറയുന്നത്. ചലനം, നമ്മൾ വിചാരിക്കുന്ന കർമ്മം അല്ല കർമ്മം എന്ന് പറയുന്നത്. കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റങ്ങൾ ഇവിടെ പലതും നടക്കുന്നുണ്ട്. സത്യത്തില് നമ്മൾ പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങളും നടക്കുന്നില്ലേ? ഇവിടെ നടക്കുന്നുണ്ട്, പലതും നടക്കുന്നുണ്ട് ശരിക്കും, അല്ലെ? സ്വപ്നത്തിൽ പോലും നമ്മൾ എന്തൊക്കെ നമ്മൾ സ്വപ്നത്തിൽ കാണുന്നു. ആ സ്വപ്നത്തിൽ നമ്മൾ എന്താണ് പലതും ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നലുണ്ടാകുന്നില്ലേ? അതിന് എന്തെങ്കിലും ദ്രവ്യങ്ങൾ ഉണ്ടായിട്ടാണോ? അല്ല. എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നുണ്ടോ? തോന്നിപ്പിക്കുന്നുണ്ട് താനും. നമ്മളെ അത് ശരിക്കും നമ്മളെ അനുഭവിപ്പിക്കുന്നുണ്ട് താനും അവിടെ, അല്ലേ? എന്നാൽ ആ സ്ഥാനത്ത് അവിടെ ഇതൊന്നും വേണം നിർബന്ധമില്ല, അവയവങ്ങളോ ഇതൊന്നും വേണ്ടെന്ന്. അപ്പം എന്താണ് ശരിക്ക്? അപ്പൊ ഈ അവയവങ്ങളെ കൊണ്ടാണെങ്കിലും ഇതൊക്കെ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നത് മുഴുവൻ ഈ മായയാണ് ശരിക്കും. അപ്പം ഇവിടെ പറയുന്നത് ദ്രവ്യം ഈശ്വരനാണ്, കർമ്മം ഈശ്വരനാണ്, അതുപോലെ തന്നെ കാലം ഈശ്വരനാണ്, സ്വഭാവം ഈശ്വരനാണ്, ജീവൻ ഈശ്വരനാണ്. ഈ വാസുദേവനിൽ നിന്ന് വിട്ട ഒന്നുമില്ല എന്ന് പറയണം. അപ്പൊ ഈ കാര്യം,
ആ കാര്യത്തിന് കാരണമായിട്ടുള്ള കർമ്മം, കർമ്മം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത്. പിന്നെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് സ്വഭാവം? സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സ്വഭാവം. എനിക്ക് എന്റെ ഭാവം എന്ന് പറഞ്ഞാല് ഈ ഗുണങ്ങളോട് ചേർന്നിരിക്കുന്ന ഭാവം, അതാണ് സ്വഭാവം. മനസ്സിലായില്ലേ? ഇപ്പൊ ഓരോരുത്തരും നമ്മൾ പറയില്ല അവന്റെ സ്വഭാവം എന്ന് പറയില്ലേ, അവന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് തമോ ഗുണപ്രധാനാവാം, രജോ ഗുണപ്രധാനാകാം, സത്വ ഗുണപ്രധാനാകാം. അപ്പൊ ഈ ഗുണങ്ങളോട് ചേർന്നിട്ടുള്ളതാണ് ഭാവം. അപ്പൊ അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ സ്വഭാവം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ ദ്രവ്യവും കർമ്മവും എങ്ങനെയാണോ ഓരോ ചരാചരങ്ങളിൽ അതിന്റെ ഗുണങ്ങൾക്കനുസരിച്ച് പോകുന്നത്. ഇപ്പം നമ്മൾ പറയാണ് വൃത്തമുള്ള ഒരു പാത്രത്തില് വെള്ളം വെച്ച് കഴിഞ്ഞാൽ അത് വൃത്തത്തിലുള്ള വെള്ളമാണെന്ന് നമ്മൾ പറയും. ചതുരമുള്ള പാത്രത്തിൽ വെച്ചാൽ ചതുരമായിട്ടുള്ള വെള്ളമാണെന്ന് നമ്മൾ പറയും. സത്യത്തില് വെള്ളത്തിന് എന്തെങ്കിലും ആകൃതിയോ ഇതുണ്ടോ? ഇല്ല, വെള്ളം ഒന്ന് തന്നെയാണ് ശരിക്കും. അപ്പം നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള എന്താണ് ആ മാറ്റർ, ആ കാര്യം, അത് കർമ്മം, അതെങ്ങനെ സ്വഭാവത്തിലേക്ക് എത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതാണ് സ്വഭാവം. അത് ചിലപ്പം ഇതിനോട് ഒട്ടും യോജിച്ചോളണം നിർബന്ധമൊന്നുമില്ല, അല്ലെ? നമ്മൾ മൂലകങ്ങളൊക്കെ എടുത്താൽ അറിയാൻ സാധിക്കും. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രജൻ കത്താനുള്ള ഒരു മൂലകമാണ്, അല്ലെ? ഓക്സിജനും കത്താനുള്ള ഒരു മൂലകം തന്നെയാണ്. എന്നാല് ഇതിന്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ വെള്ളമാവും. നേരെ വിപരീത സ്വഭാവമായി. ആലോചിച്ച് നോക്കൂ. H2O, അല്ലെ? അത് വെള്ളമല്ലേ ശരിക്ക്? രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടെ ചേരുമ്പം, മൂലകവും കൂടി ചേരുമ്പോ എന്താണ്? വെള്ളമാകുന്നു. അപ്പൊ യഥാർത്ഥത്തില് ഇതാണ് സ്വഭാവം എന്ന് പറയുന്നത്. അപ്പം നന്നായിക്കോളണം എന്ന് നിർബന്ധമില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പം പലതരത്തിലുള്ള എലമെന്റ്സ് ഉണ്ടായിരിക്കാം. ഈ എലമെന്റ്സ് തമ്മിൽ ചേർന്ന് വരുന്നത് ഔട്ട്പുട്ട് ആയിട്ട് വരുമ്പോൾ ഈ എലമെന്റ്സിന്റെ ഗുണമായിരിക്കണം നിർബന്ധമില്ല. ഇപ്പൊ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ഗുണമാകണം എന്നില്ല വെള്ളത്തിൽ, അല്ലെ? ഇത് രണ്ടും കൂടി ചേർന്ന് വരുമ്പം അതാണ് സ്വഭാവം എന്ന് പറയുന്നത്. അതും ഈശ്വരനാണെന്ന് പറയാം. അതും ഈശ്വരനാണ്. പിന്നെയോ ജീവഹ, പിന്നെ പറയാണ് സ്വഭാവം, ജീവൻ, ഇവയെല്ലാം ഈശ്വരന്റെ. പിന്നെ കാലം പറയുന്നതാണ്. എന്താ കാലം എന്ന് പറഞ്ഞാല്? കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമയം മുതൽ ഇന്ന സമയം വരെ നമ്മൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുകയാണ് ശരി, അല്ലേ? നമ്മളാണോ ഈ മാറ്റങ്ങൾക്ക് കാരണം ഉണ്ടാകുന്നത്? നമ്മൾ ഒരു വയസ്സിലുള്ള ഞാനാണോ ഈ 50 വയസ്സും അല്ലെങ്കിൽ 100 വയസ്സാകുമ്പോഴത്തേക്കും നല്ല മാറ്റം വരുന്നു? ആരാ ഈ മാറ്റത്തിന് കാരണമായത്? ഞാനാണോ മാറ്റത്തിന് കാരണമായത്? അല്ല. ആ ആ ഡ്യൂറേഷനാണ്, ആ കാലമാണ്, അത് ഈശ്വരനാണ്. അതിനെ ഈശ്വരനായിട്ട് നമുക്ക് ജ്വരസ്തുതിയിലുണ്ട് ഇതെല്ലാം. ജ്വരസ്തുതിയിലെ അതേ വിശേഷമാണ് ഇവിടെയും പറയുന്നത്. അപ്പം കാലം എന്ന് പറഞ്ഞാല് ഒന്നുകിൽ അല്ലെങ്കിൽ പറയാം സൂര്യോദയം മുതൽ ഉദിച്ച സൂര്യൻ അസ്തമിക്കുന്നത് വരെ എന്ന് പറയാം. ഉദിക്കുന്ന സൂര്യനാണോ അസ്തമിക്കുന്ന സമയത്ത്? അല്ല, ആ കാലം, അല്ലെ? അല്ലെങ്കിൽ പാല് തൈരാകുന്നത് വരെ ഒരു ദിവസം 24 മണിക്കൂറോ അല്ലെങ്കിൽ 12 മണിക്കൂറോ കഴിയുമ്പോൾ പാലിന്റെ ഭാവം മാറുകയാണ്, അല്ലേ? അപ്പൊ പാലിന്റെ ഭാവം അത് കാലം മാറ്റുന്നു അവിടെ. അപ്പൊ യഥാർത്ഥത്തിൽ മാറാവോ ശരിക്കും? പാല് തന്നെയായിട്ട് ഇരിക്കുന്നതല്ലേ? അപ്പൊ ഈ മാറ്റത്തിന് അടിസ്ഥാനം എന്താണ്? ഈ കാലം എന്താണ്? അതും ഈശ്വരനാണ്. ഇത് വലിയൊരു സബ്ജക്റ്റ് ആണ്. ഇത് ശരിക്ക് ദൃക്ക് ദൃശ്യ വിവേകം എന്ന് പറയും ശരിക്ക്. ഉപനിഷത്ത് ഭാഷയിലൊക്കെ പറയും, വേദാന്ത ഭാഷയിലൊക്കെ ദൃക്ക് ദൃശ്യ വിവേകം എന്ന് പറയുന്നത്. അപ്പം എന്താണ്? ദ്രവ്യം, കർമ്മം, കാലം, സ്വഭാവം, ജീവൻ, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ മായയുടെ ഘടകങ്ങൾ. അല്ലെങ്കിൽ മായ കൊണ്ട് വേർതിരിക്കുന്നതായിട്ടുള്ള, നമ്മളിൽ നിന്ന് നമ്മൾക്ക് ഗോചരമായിട്ടുള്ളതിനെ മാറ്റി കാണിക്കുന്നതിന്റെ വസ്തുക്കൾ ഇതൊക്കെയാണ്. ഇതിനൊക്കെ കാരണം എന്താണ്? ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ആ ഈശ്വരന്റെ നിയന്ത്രണത്തില് മാത്രമാണ് എന്ന് അതിനുപരിയായിട്ട് ഒന്നും തന്നെയില്ല. അതാണ് വാസുദേവാൽ പരോ ബ്രഹ്മൻ നചാന്യോർദ്ധോസ്തി തത്വത. അപ്പം അത് വേറൊന്നും അവിടെ ഇല്ല, ഇതിനുപരിയായിട്ട് ഒന്നും തന്നെ വേറെ ഇല്ല എന്ന് അവിടെ അവിടെ കാണിക്കുകയാണ് അവിടെ. അപ്പം ഈ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്? നമ്മളൊക്കെ ശരിക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വസ്തു ഇല്ലെന്നാണ്. ഒരു ആറ്റം പോലും എടുത്താല് ആ ആറ്റത്തിന്റെ ഉള്ളിൽ പോലും ചലനം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതാണ് കർമ്മം എന്ന് പറയുന്നത്. അതാണ് ഈ കർമ്മം എന്നുള്ള ഉദ്ദേശിക്കുന്നത് അവിടെ. അതാണ് നമുക്ക്
നാരദ മഹർഷിയുടെ സംശയം നമുക്കൊക്കെ ഉണ്ടാകാവുന്ന സംശയമാണ്. നമ്മൾ പറയാറുണ്ട് നമ്മളുടെ ബുദ്ധി കൊണ്ട് ഓരോന്നും കണ്ടുപിടിച്ചത് എല്ലാവർക്കും ഒരുപോലെയല്ലേ ബുദ്ധി എന്നൊക്കെ പറയാം. അപ്പൊ ഈ ബുദ്ധിയാണോ കണ്ടുപിടിച്ചതെന്ന് തോന്നിപ്പോകും അല്ലെ. ഇനി വേണ്ട, നമ്മളുടെ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്നതായിട്ടുള്ള പ്രക്രിയകൾ പലതും നോക്കിക്കഴിഞ്ഞാൽ അതാണ് പറഞ്ഞത്. ഒരു ആറ്റം എടുത്താൽ പോലും ആ ആറ്റത്തിന്റെ ഉള്ളില് ഈ എലമെന്റ്സ് മുഴുവനുണ്ട്. ദ്രവ്യമുണ്ട്, കർമ്മമുണ്ട്, സ്വഭാവമുണ്ട്, കാലമുണ്ട്, ജീവനുണ്ട്, ഇതെല്ലാം ഇതെല്ലാം അതിനെ ബാധിക്കുന്നതാണ്. അപ്പം കർമ്മം എന്നുള്ളതൊക്കെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് കർമ്മം. ഇതൊക്കെ ആളുടെ നിയന്ത്രണത്തിലാണ്, ഇതൊക്കെ ഈശ്വരന്റെ നിയന്ത്രണത്തിലാണ് എന്ന് അവിടെ സ്ഥാപിക്കുകയാണ് അവിടെ. എന്നിട്ട് പറയുകയാണ് നാരായണ പരാവേദ ദേവ നാരായണാംഗജാഹ നാരായണ പരാലോക നാരായണ പരാമഖാഹ നാരായണ പരോ യോഗോ നാരായണ പരാമഖാഹ നാരായണ പരം തപഹ നാരായണ പരം ജ്ഞാനം നാരായണ പരാഗതി. നമ്മൾ ഇതിനു മുമ്പ് പ്രഥമ സ്കന്ധത്തിൽ നമ്മൾ വാസുദേവനെ കുറിച്ച് ഇതുപോലെ തന്നെ പറഞ്ഞു അല്ലെ. വാസുദേവോ പരം, എല്ലാം വാസുദേവനാണെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എല്ലാം നാരായണനാണെന്ന് സമർത്ഥിക്കുകയാണ്. അത് നമുക്ക് ഇപ്പൊ ഇനി അതിനുള്ള സമയമില്ല. ആ നാരായണൻ എന്നുള്ളൊരു വാക്കിന് നല്ലൊരു അർത്ഥം നമുക്ക് ഒന്ന് ചർച്ച ചെയ്യണം. നന്നായിട്ട് അത് ചർച്ച ചെയ്ത് പോകേണ്ട ഒരു ഇതാണ് നാരായണൻ. വേറൊന്നുമില്ല, എല്ലാം നാരായണനാണെന്ന് സമർത്ഥിക്കുക. നാരം നാരം എന്ന് പറഞ്ഞാല് വെള്ളം എന്നർത്ഥമുണ്ട്, അറിവ് എന്നർത്ഥമുണ്ട്. ആ വെള്ളത്തില് ആരാണോ ആശ്രയിക്കുന്നത്, അയനം ചെയ്യുന്നത്, അതാണ് നാരായണൻ. അതിനുള്ള ആ ഈശ്വരൻ. അപ്പം ആ ഈശ്വരനാണ് എല്ലാം എന്ന് അവിടെ എന്താണ് സമർത്ഥിക്കലാണ് ശരിക്കും. അപ്പം ഇതെല്ലാം സത്യത്തില് ഈ ഉപനിഷത്ത് വാക്യങ്ങളെ ഇപ്പം ഭാഗവതത്തിലെ കഥകളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് ഇതൊരു തത്വഗ്രന്ഥം എന്ന് പറയാം. ഇത് തത്വഗ്രന്ഥം തന്നെയാണ്, യാതൊരു സംശയമില്ല. പിന്നെ ഈ കഥകളൊക്കെ കേൾക്കുന്ന ഇടയ്ക്ക് കയറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് മറ്റൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് അതെങ്കിലും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇത് ആർക്കും മനസ്സിലാകുന്നില്ല, പറയുന്നവർക്കും മനസ്സിലാകില്ല, കേൾക്കുന്നവർക്കൊന്നും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ശരിക്കും. പിന്നെ നമ്മളുടെ ഓരോരുത്തരുടെ അവരവരുടെ ബുദ്ധിക്ക് അനുസരിച്ച് അതിനെ സ്വീകരിക്കുക എന്നുള്ളതിന് അല്ലാതെ അപ്പുറത്തോട്ടൊന്നും നമുക്ക് ചോദിച്ചാൽ ചോദിച്ചാലും ഇത് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാല് എന്റെ ബുദ്ധിക്ക് അനുസരിച്ച് എനിക്കിത് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. നിങ്ങളിലേക്ക് ഇറങ്ങി വന്ന് പറഞ്ഞു തരാനുള്ള കഴിവ് അതുമില്ല. അപ്പൊ എന്താണ്, നമ്മൾ സ്വയം ഇതിനെ ഇങ്ങനെ വിശകലനം ചെയ്ത് നമ്മളിൽ തന്നെ ഒരു ലാംഗ്വേജ് ഉണ്ടാക്കിയെടുക്കുക നിവൃത്തിയുള്ളൂ. അല്ലാതെ ഒരു നിവൃത്തിയില്ല ഇതിനകത്ത്. ഇനിയിപ്പോ ഒരു വരുന്നുണ്ട് മഹത്തത്വം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ മഹത്തത്വം എന്താണെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റില്ല. താമസ ഗുണത്തിൽ നിന്നും ഉണ്ടായതാണ് മഹത്തത്വം എന്ന് പറയുന്നുണ്ട്. അത് ഓരോരുത്തരും അവരവർക്ക് തോന്നുന്നതായിട്ടുള്ള രീതിയിൽ അതിനെ സൃഷ്ടി പറയുമ്പോൾ അത്ര ബുദ്ധിമുട്ടാണ് ശരി. അതായത് നിങ്ങൾ തൃതീയ സ്കന്ധത്തിലാണെങ്കിലും ദ്വിതീയ സ്കന്ധത്തിലാണെങ്കിലും ഈ ദ്വിതീയ സ്കന്ധവും തൃതീയ സ്കന്ധമാണ് ഭാഗവതത്തിന്റെ മൂലം. ഇത് രണ്ടും പഠിച്ചാൽ ഭാഗവതം പഠിച്ചു കഴിഞ്ഞു. പിന്നെയൊക്കെ വെറുതെ ചുമ്മാ നമ്മളെ ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി ചുമ്മാ കഥകൾ പറയുക. ആ കഥകളിലൊക്കെ ഇതിനെ ഉറപ്പിക്കലാണ് ശരിക്കും പഠിക്കേണ്ടത് ദ്വിതീയ സ്കന്ധവും തൃതീയ സ്കന്ധവും മാത്രം പഠിച്ചാണ്. അതോടുകൂടി ഭാഗവതം കഴിഞ്ഞു ശരിക്കും. ആദ്യത്തെ ശ്ലോകത്തോടുകൂടി കഴിഞ്ഞു. ജന്മാദ്യസ്യ എന്നുള്ള ഒരു ഒറ്റ ശ്ലോകം പഠിച്ചാൽ മതി. പക്ഷെ അത് നമുക്ക് പറ്റാത്തതുകൊണ്ടാണ് നമ്മളെ ഇതിലൂടെ ആ ഉപനിഷത്ത് വാക്കുകളെ നേരത്തെ പറഞ്ഞല്ലോ. എന്നാ തത്ര സൂര്യോ ഭാതി ചന്ദ്ര താരക നിയമോ വിദ്യുതോ ഭാന്തി കുതോയം അഗ്നി, അത് പറഞ്ഞല്ലോ. അതൊക്കെ ശരിക്കും ഉപനിഷത്ത് വാക്യങ്ങളെ അതേപോലെ തന്നെ ഇവിടെ വേറൊരു രീതിയിൽ യഥാക്കോഗ്നി സൂര്യോ എന്നുള്ളത് അവിടെ അങ്ങനെ പറയുന്നു അല്ലേ. സോമോ യഥക്ഷഗ്രഹ താരകാഹ എന്നൊക്കെ അവിടെ അപ്പം അത് നമ്മളെ ബോധിപ്പിക്കുവാണ്ട് കുറച്ചുകൂടെ ലളിതമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ അവിടെ. ഇത് മുഴുവൻ ഉപനിഷത്ത് തന്നെ, വേദം തന്നെയാണ്. അപ്പൊ വേദത്തിന്റെ സാരത്തെ പഠിക്കാനൊന്നും എളുപ്പമാക്കാൻ പറ്റില്ല. ഒരാൾക്കും ഇത് അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് എളുപ്പമല്ല. പിന്നെ മനസ്സിലായവര് അല്ലെ, ആ അനുഭവിച്ച് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം അവർ രക്ഷപ്പെട്ടു എന്ന് മാത്രം. അല്ലാതെ ഒരിക്കലും ഇത് മനസ്സിലാക്കാമെന്ന് വിചാരിക്കേ വേണ്ട. അത്രേ ഉള്ളൂ. ഇതിങ്ങനെ നമ്മള് ഇങ്ങനെ ആവർത്തിച്ച് കേട്ട് പൊക്കോളുക, അതിനെ അങ്ങ് സ്വീകരിച്ചോളുക. അത് നമ്മളുടെ ജ്ഞാനത്തിനനുസരിച്ച് അത് പിന്നെ ഒരിക്കൽ തെളിഞ്ഞു വരും. അതുകൊണ്ടാണ് ഹൃദായ ആദി കവയെ എന്നവിടെ പറഞ്ഞത്. ഈ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയ. അതുകൊണ്ടാണ് ഇവിടെ നാരദ മഹർഷിയോടും ബ്രഹ്മാവ് പറഞ്ഞതിന്റെ ഒരൊറ്റ കാര്യം അതാണ്. നിങ്ങൾക്കൊക്കെ എന്നെ ഗുരുനാഥനായിട്ടും സ്രഷ്ടാവായിട്ടും ഈശ്വരനായിട്ടും ഒക്കെ കാണാൻ സാധിക്കുന്നത് ഏതൊരു ശക്തിയാണോ ആ ശക്തി ഈ വാസുദേവനാണ് എന്ന് നീ അറിയണം എന്ന് പറഞ്ഞപ്പോ എന്തായി അവിടെ?
അപ്പം ബ്രഹ്മാവിന് പോലും ഇത് എന്താ സൃഷ്ടിക്കുന്നതെന്ന് പോലും അറിയുന്നില്ല, സത്യത്തിൽ ഇത് അറിയുന്നില്ല. അപ്പം അതിനെ വിശ്വസിച്ചതായിട്ടുള്ള നാരദന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ മായയെ സ്വീകരിച്ച് ഞാനെന്നും എന്റേതെന്നൊക്കെ ഉള്ള തോന്നലില് ഇതാണ് ശരിയെന്ന് വിശ്വസിച്ച നാരദന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ബ്രഹ്മാവിന് പോലും അത് മനസ്സിലായിട്ടില്ല. ആ ബ്രഹ്മാവ് ചെയ്യുന്നത് പോലും അതുകൊണ്ടാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒത്തിരി പാഠങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ ശരിക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നാൽ നമ്മളുടെ ചെറിയ ബുദ്ധി കൊണ്ട് നമ്മൾ പലതും തെറ്റും ശരിയാണെന്ന് വെറുതെ നമ്മൾ ചിലപ്പോൾ തീരുമാനിക്കും. ആളുകളെ നമ്മൾ ഇത് ചെയ്യും, അല്ലെ, എസ്റ്റിമേറ്റ് ചെയ്യും. ഒരിക്കലും ഈ എസ്റ്റിമേഷൻ ചിലപ്പോൾ അണ്ടർ എസ്റ്റിമേറ്റ് ആയിട്ട് മാറും. അതെ, ശരിക്കും അത് നേരെ വിപരീതമായിട്ട് നമ്മളിൽ അങ്ങോട്ട് ഉറപ്പിക്കുകയാണ്. അത് നമ്മളുടെ ബുദ്ധിയാണ് അതിന്റെ സത്യത്തില്. ഇപ്പൊ ഇവിടെ നോക്കൂ, ആ ബ്രഹ്മാവ് ഈശ്വരനാണ്, ജഗദ്ഗുരു ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിച്ച നാരദനോട് പറയാണ്, ഈ മായയാണ് നിന്നെ കൊണ്ട് ഇത് തോന്നിപ്പിച്ചത്. ആ മായയ്ക്ക് പോലും യഥാർത്ഥ വസ്തുവിന്റെ മുമ്പിൽ നിൽക്കാൻ പോലും ലജ്ജയോടുകൂടി നിൽക്കാനേ പറ്റുള്ളൂ അവിടെ. കാരണം എന്താണ്? ഈ മായ കള്ളനാണ്, കള്ളിയാണ് എന്ന് പറയാണ്. അത് വിലജ്ജമാനയാ എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? ഈ മായ ലജ്ജിച്ചുകൊണ്ട് തല താഴ്ത്തി നിൽക്കുക ഈശ്വരന്റെ മുമ്പില്. കാരണം എന്താണ്? ഈ മായയാണ് എല്ലാവരെയും ഞാനെന്നും എന്റേതെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭ്രമിപ്പിച്ച് നടക്കുന്ന മായ. അപ്പം നമ്മളൊക്കെ എത്ര കണ്ട് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. ആലോചിച്ച് നോക്കൂ. ആ ഒരു സത്യത്തെ ബോധിപ്പിക്കലാണ് ഇവിടെ. അപ്പൊ ശരിക്കും നമ്മൾ ഈ അണ്ടർ എസ്റ്റിമേറ്റിനോ പോവാതെ നമ്മളൊരു യന്ത്രമായിട്ടൊന്ന് ഇരുന്ന് നോക്കൂ. ഏത് ദുഃഖമായാലും ഏത് സന്തോഷമായാലും നമ്മളെ ബാധിക്കില്ല, ബാധിക്കരുത്. അതാണ് സത്യത്തില്. ഇതൊക്കെ നടത്തുന്നത് എന്താണ്? ഒരേ ഒരു ശക്തിയാണ് എന്നുള്ളൊരു തോന്നലിനെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കണം. എളുപ്പമല്ലാട്ടോ, അതൊന്നും എളുപ്പമല്ല. പറയുന്നവർക്ക് പോലും നമുക്ക് ഒരു ചെറിയൊരു മനസ്താപം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഡൗൺ ആവും. സത്യമാണ് അതൊക്കെ. പക്ഷേ ഭാഗവതം അപ്പോഴും നമുക്ക് പറഞ്ഞു തരികയാണ്, അതിൽ നിന്നും നമുക്ക് ശ്രമിക്കാൻ വേണ്ടിയിട്ടൊരു ഉത്തമ ഗ്രന്ഥമായിട്ട് ഭാഗവതം. അതാണ് ഭാഗവതം എന്നുള്ളതല്ല, വേദം തന്നെ അതാണ്. സത്യത്തിൽ വേദം എന്നുള്ളതും ഈശ്വരൻ എന്നുള്ളതും ഒക്കെ പറയുന്ന ഇതാണ്. ആ ഈശ്വരനെ മനസ്സിലാക്കുന്നത് സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഭ്രമം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഇതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം? നമുക്കൊന്നും മനസ്സിലാക്കാം, അല്ലെ? നാരദന് ഇത്രയും പറ്റിയെങ്കിൽ, ഈശ്വരന്റെ അവതാരമായിട്ടുള്ള നാരദന് പോലും ഈ ബ്രഹ്മാവിനെ ഈശ്വരനായിട്ട് കാണാൻ ഒരു മായാഭ്രമത്തിൽ കാണേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ നമ്മളൊക്കെ എത്ര തെറ്റായിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്ത് കാര്യങ്ങളായാലും ഒന്നിനെയും എസ്റ്റിമേറ്റ് ചെയ്യാനോ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനോ നമുക്ക് അധികാരമില്ല. നമ്മള് ചെയ്യുന്ന നമ്മളുടെ ബുദ്ധി പോലും നമ്മളല്ല നിയന്ത്രിക്കുന്നതെന്ന് വിചാരിച്ചാൽ മതി. അതാണല്ലോ അവിടെ പറയുന്നത്, കാലവും കർമ്മവും ദ്രവ്യവും ഇതെല്ലാം ജീവൻ. നമ്മൾ നടക്കുന്നതിന്റെ പേരിൽ തന്നെ എന്താണ്? ശരിക്കും ജീവനാണ്, അല്ലെ? ജീവനല്ലേ നമ്മളെ മുമ്പോട്ട് നടക്കുന്നത്. ഈ ജീവനെ പോലും നിയന്ത്രിക്കുന്നത് ഈശ്വരനാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെ എത്രയൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഈ എസ്റ്റിമേഷന്റെ ഒരൊറ്റ കാര്യത്തിൽ നമ്മുടെ ദുഃഖം. അതാലോചിച്ച് നോക്കിയാൽ മതി. ഈ എസ്റ്റിമേഷനാണ് നമ്മളെ ദുഃഖത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പം ഈ എസ്റ്റിമേഷൻ നമ്മൾ വെറും പൊട്ടബുദ്ധിയാണ് ഈ എസ്റ്റിമേഷൻ എന്ന് വിചാരിച്ചാൽ നമുക്ക് പിന്നെ ദുഃഖത്തിനെ പറ്റി ചിന്തിക്കേണ്ട വിഷയമുണ്ടോ? ഇല്ല. ഇതാണ് ഇന്നത്തെ നമ്മളുടെ പാഠം. അപ്പം അവിടെ ചുരുക്കി നമ്മൾ ഇന്ന് അനുസ്മരിച്ചത് ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്തത്, അല്ലെ, 9ാമത്തെ ശ്ലോകം മുതൽ ഒന്ന് ചുരുക്കി അങ്ങ് പറഞ്ഞിട്ട് നമുക്ക് നാളത്തേക്ക് കണക്ഷനിലേക്ക് ഇടാം. പുത്ര എന്ന് ആദ്യം വിളിച്ചു, അല്ലെ? വത്സ, പുത്ര, നിന്റെ ചോദ്യം അത് തന്നെ നിനക്ക് എന്നോട് കരുണയുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ സാധിച്ചത്. നിന്റെ ചോദ്യം ഈശ്വരനെ കുറിച്ചുള്ള ചോദ്യം ആയതുകൊണ്ട് എനിക്ക്, അല്ലെ, അത് പറയാൻ വേണ്ടിയിട്ട്, അത് ഞാൻ പറയുന്നു എന്നുള്ളതല്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് സാധിച്ചല്ലോ, എനിക്ക് ഭഗവാനെ കുറിച്ച് പറയാൻ എനിക്ക് ഒരു അവസരം അവിടെ ഉണ്ടായത്. ആ പരധർമ്മ പ്രദർശനെ, പരമായിട്ടുള്ള ഈശ്വരന്റെ ധർമ്മത്തെ പ്രദർശിപ്പിക്കുവാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ അതിന്റെ പ്രകാശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൊണ്ടു തന്നതിൽ ഞാൻ ധന്യനായി എന്ന് ആദ്യം തന്നെ പറയുന്നു, അല്ലേ?
പിന്നെയോ നീ പറഞ്ഞു ഞാൻ ഈശ്വരനാണ്, ഞാൻ സർവജ്ഞനാണെന്നൊക്കെ, സർവജ്ഞ സകലേശ്വര എന്നൊക്കെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ചോദ്യം ചോദിച്ചപ്പോൾ നീ പറഞ്ഞു അതൊക്കെ ശരിയാണ്. അനൃതം, നീ കള്ള ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്റെ ഉപരിയും എനിക്കും ഉപരിയായിട്ടൊരു ശക്തിയുണ്ട് എന്ന് ആദ്യം പറയാണ്. പിന്നെയാണ് പറയുന്നത് അവിടെ സ്വരോജിഷ വിശ്വം രോചിതം രോജയാമ്യഹം. ഇവിടെ അല്ലെ സ്വയം പ്രകാശിക്കുന്ന യാതൊരാളിൽ നിന്ന് ആണോ മറ്റ് വിശ്വം, ഈ ലോകം തന്നെ ഇന്ന് പ്രകാശിക്കുന്നത്. അതിനനുസരിച്ച് ഓരോന്നും പറയുന്നു. സൂര്യനോ അഗ്നിയോ ഇവരൊക്കെ നമ്മളെ പ്രകാശിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ഊർജം, ആ പ്രകാശം ഭഗവാനിൽ നിന്നാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെയുള്ള ആ ഭഗവാനെ നമുക്ക് നമസ്കരിക്കാം. ധീമഹി എന്ന് പറയാണ് അവിടെ നാരദനെ പറഞ്ഞു കൊടുക്കുകയാണ് ആ ഒരു ശക്തിയെ. പിന്നെ പറയുന്നു ദ്രവ്യം, കർമ്മം, അല്ലെ, കാലം, സ്വഭാവം, ജീവൻ ഇതൊക്കെയാണ് ഓരോ എലമെന്റ്സിനും ഉള്ളത്. ഇവിടെയുള്ള സകല ചരാചരങ്ങൾക്കും ഉള്ള ഘടകങ്ങളാണ് അതൊക്കെ. ദ്രവ്യം, മാറ്റർ. പിന്നെ കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മം എന്ന് പറഞ്ഞാൽ ചലനങ്ങള്, അതിലുണ്ടാകുന്ന ചലനങ്ങള്. സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചലനങ്ങള് ഈ ഗുണങ്ങളോട് ചേർന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ മായയുടെ ഭാവങ്ങളാണ് അതൊക്കെ. ഗുണങ്ങളോട് ചേർന്ന് വരുമ്പോൾ അത് മാറ്റങ്ങൾ ഉണ്ടാകുന്ന പല തരത്തിലാകുന്നു. സ്വഭാവം എല്ലാവരുടെയും ഒരുപോലെ ആണെന്നില്ല. ഒരേ എലമെന്റ്സ് തന്നെ കൂട്ടിച്ചേർത്താൽ ഒരേ മനുഷ്യർക്ക് എല്ലാവർക്കും ഒരേ സ്വഭാവമാണോ? അല്ല. പിന്നെയോ അത് ആ സ്വഭാവം അങ്ങനെ. പിന്നെ മാറ്റം വരുന്ന ഏതിലാണ്? പിന്നെ കാലം, അല്ലെ, മാറ്റം വരുന്ന ഡ്യൂറേഷൻ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഈശ്വരനാണ്. ഈ മാറ്റങ്ങൾക്കൊക്കെ അടിസ്ഥാനം, ഈ ഗുണങ്ങൾക്കും അടിസ്ഥാനം ഈശ്വരനാണ്. ജീവൻ ഈശ്വരനാണെങ്കിൽ പിന്നെ അതിനകത്ത് അപ്പുറത്തേക്ക് പറയാം, നമ്മളെ കൊണ്ടു നടക്കുന്ന ജീവനാ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്താ പറയാറ്? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്നയാള് പോയി എന്ന് പറയാറുണ്ടോ? ജീവൻ പോയി എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾക്ക് അഡ്രസ്സേ ഇല്ല, ഒന്നുമില്ല. പിന്നെ വെറും ജഡം ഒരേപോലെയായി, അല്ലേ? ഇപ്പൊ മരിച്ച രണ്ട് അഡ്രസ് ഉള്ള രണ്ടുപേര് മരിച്ചാല് രണ്ടുപേരെ ഒറ്റ പേരിലേ വിളിക്കുള്ളൂ അവിടെ, അല്ലെ? അവർക്ക് പിന്നെ പേരൊന്നുമില്ല. അപ്പൊ അതിനൊക്കെ കാരണമായിട്ടുള്ളത് ആ ശക്തി ഒന്ന് തന്നെയാണ് എന്നവിടെ അങ്ങനെ. അപ്പം വാസുദേവാൽപരം ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്ന് സമർത്ഥിച്ചു അവിടെ. ഇനിയാണ് അവിടെ നാരായണ എന്നുള്ളൊരു ശബ്ദം. നാരായണൻ എന്നുള്ളതാണ് ഇവിടെ എല്ലാം എന്നുള്ളത് സമർത്ഥിക്കുന്ന ശ്ലോകങ്ങളൊക്കെ. അതൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇപ്പൊ നമുക്ക് പതിവ് പോലെ ഇന്നത്തെ ചിന്തകള്, അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും ഇപ്പൊ നാളെ ഈ ഒരു ഭാഗം നമ്മൾ ചിലപ്പോൾ പറയണം, ഇതൊന്നും ആയിരിക്കില്ല പറയുന്നത്. കാരണം എന്താണ്? യോന്തർ പ്രവിശ്യ മമവാചം ഇമാം പ്രസുപ്ത, ഞാനല്ല ഇത് പറയുന്നത് എന്നുള്ളൊരു സത്യം അതാണ്. മാറിപ്പോവുക. അപ്പം നമ്മളുടെ ചിന്തകൾക്കും നമ്മളുടെ സ്വഭാവത്തിനും എപ്പോഴും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പം നല്ലത് ഇനി തോന്നിപ്പിക്കണേ. ഞാനത് പറയാൻ കാരണം എന്താണ്? സമർപ്പണ ശ്ലോകത്തില് നമ്മൾ ചൊല്ലുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഇതിന്റെ യഥാർത്ഥമായിട്ടുള്ള തത്വങ്ങളെ ഓരോരുത്തർക്കും എനിക്ക് ഇനി നാളെ ചിന്തിക്കുമ്പോഴും ഇനി അടുത്ത കേൾക്കുമ്പോഴും ഒക്കെ വേണ്ട പോലെ എനിക്കത് എൻ്റെ ഉള്ളിൽ ആ ബുദ്ധിയിൽ തെളിഞ്ഞു വരണേന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാം. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി.